എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 ക്ലാസ്സുകൾ നമ്മുടെ കഴിഞ്ഞു. ഒന്നാമത്തെ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ ജ്യോതിഷത്തിനെ കുറിച്ച് ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. അതായത് ജ്യോതിഷം എന്താണെന്നും വേദത്തിന്റെ അംഗമാണെന്നും ജ്യോതിഷം തന്നെ 6 അംഗങ്ങളുണ്ടെന്നും ജ്യോതിഷം വേദത്തിന്റെ കണ്ണാണെന്നൊക്കെ പറഞ്ഞു. ജ്യോതിഷത്തിന്റെ 6 അംഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പോയി. പിന്നെ നമ്മൾ സമയത്തെ കുറിച്ച് സംസാരിച്ചു. അതെ, വേദത്തിന്റെ 6 അംഗങ്ങളിൽ പ്രധാനപ്പെട്ട അംഗം കണ്ണ് എന്ന് പറയുന്ന അംഗമാണ് ജ്യോതിഷം. അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ജ്യോതിഷത്തിന് 6 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. പ്രമാണം, ഗോളം, ജാതകം, പ്രശ്നം, മുഹൂർത്തം, നിമിത്തം. അതിൽ നമ്മളിവിടെ പഠിക്കുന്നത് ജാതകത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ജ്യോതിഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സമയത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. സമയത്തിന്റെ ഒരു യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് വിനാഴിക? 24 സെക്കൻഡാണ് ഒരു വിനാഴിക നമ്മൾ പഠിച്ചു. 2.5 വിനാഴികയാണ് ഒരു മിനിറ്റ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നാഴികനെ കുറിച്ച് പഠിച്ചു. 2.5 നാഴികയാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് പഠിച്ചു. ഒരു ദിവസം നമ്മൾ നോക്കാൻ പഠിച്ചു. ദിവസം ഇന്ന് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ, അത് ഏത് തിഥിയാണ്, പ്രഥമയാണോ ദ്വിതീയാണോ തൃതീയയാണോ, അത് കൃഷ്ണപക്ഷമാണോ ശുക്ലപക്ഷമാണോ, ആ ദിവസം വരുന്ന നക്ഷത്രം ഏതാണ്, ആ നക്ഷത്രം എത്ര നേരം നിൽക്കുന്നു, ഇത്രയും പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലൂടെയോ മറ്റോ കിട്ടും. നമ്മൾ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു ജ്യോതിഷി എന്നുള്ള രീതിയിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിച്ചു പോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചു. എന്താ, ഒരു നമ്മൾ നിൽക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് 360 ഡിഗ്രിയിലാണ് നമുക്ക് വ്യൂ കിട്ടുന്നത്. ആ 360 ഡിഗ്രി എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിനെ നമ്മൾ സൗകര്യാർത്ഥം 12 ആയിട്ട് വിഭജിച്ചു. 30 ഡിഗ്രിയുള്ള 12 ഭാഗങ്ങൾ. ആ 30 ഡിഗ്രിക്കാണ് നമ്മൾ മേടം മുതൽ മീനം വരെയുള്ള രാശികളുടെ പേര് കൊടുത്ത് പറയുന്നത്. ആ രാശികൾക്കും പുറകിലായിട്ട് നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അതിനെ നമ്മൾ 27 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഓരോ നക്ഷത്ര സമൂഹത്തിനും പേരുണ്ട്. അശ്വിനി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, അങ്ങനെ. ആ നക്ഷത്ര 27 ആയിട്ട് ഭാഗിച്ച നക്ഷത്രങ്ങളെ നമ്മൾ ഓരോ രാശിയിൽ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതായത് മേടം എന്ന് പറഞ്ഞ രാശിയിൽ 2.25 നക്ഷത്രങ്ങൾക്കാണ് സ്പേസ് കൊടുക്കാൻ പറ്റുക. അതെന്താണെന്ന് വെച്ചാൽ ഓരോ നക്ഷത്രവും 13 ഡിഗ്രി 20 മിനിറ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു രാശി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പൊ 13 ഡിഗ്രി 20 മിനിറ്റ് ഒരു നക്ഷത്രത്തിന് കൊടുത്തു, മറ്റൊരു നക്ഷത്രത്തിന് 13 ഡിഗ്രി 20 കൊടുത്തു. പിന്നെ അവിടെ ബാക്കിയുള്ള 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അതാണ് ഈ കാൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങൾ. ഒരു നക്ഷത്രത്തിന് 4 പാദം എന്ന് നമ്മൾ പറയും. അത് ഈ 3 ഡിഗ്രി 20 മിനിറ്റ് ഉള്ള 4 സെപ്പറേഷൻസിനെയാണ് പാദം എന്ന് പറയുന്നത്. അപ്പൊ 2.25 നക്ഷത്രം, അതായത് 9 നക്ഷത്ര കാലുകൾ വരും ഒരു രാശിയിൽ. ഒരു നക്ഷത്രത്തിന്റെ 4, അടുത്ത നക്ഷത്രത്തിന്റെ 4, പിന്നെ ഒരു കാൽപാദം. 9 നക്ഷത്ര കാലുകൾ വരും. ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 60 നാഴികയാണ്. 60 നാഴികയാണ് ഒരു നക്ഷത്രത്തിന്റെ സമയം. അതായത് 24 മണിക്കൂർ. അങ്ങനെ 27 നക്ഷത്ര സമൂഹങ്ങൾ നമുക്ക് കിട്ടും. ഇത്രയും കാര്യമാണ് പ്രഥമമായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള, അതായത് ജ്യോതിഷത്തിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗത്തിലോട്ട് വരികയാണ്. അതെന്താന്ന് പറഞ്ഞാൽ രാശികൾ എന്ന് പറഞ്ഞതാണ്. രാശികൾ നമ്മൾ മേടം മുതൽ മീനം വരെ 12 രാശികൾ എന്ന് പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രാശി സ്വരൂപമാണ് പറയുന്നത്. രാശികളുടെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മളത് പഠിച്ചു പോകുമ്പോൾ മറന്നു പോകുന്ന ഒരു സാധനമല്ല. കാര്യം കുറച്ചങ്ങ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഈ രാശികളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ വിസ്മരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി തുടങ്ങും. നമ്മൾ ഭാവവും ഗ്രഹങ്ങളിലുമായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ വരുന്നത്. രാശികളെ നമ്മൾ മെല്ലെ നമ്മൾ മറക്കും. നമ്മൾ ഏത് രാശിയിലാണ് ഗ്രഹം നിൽക്കുന്നത് എന്നുള്ളതിൽ മാറി ഏത് വീട്ടിലാണ് ഗ്രഹം നിൽക്കുന്നത് എന്നുള്ള പോയിന്റിലായിരിക്കും നമ്മുടെ പ്രഡിക്ഷൻ പലപ്പോഴും പോകുന്നത്. പക്ഷെ ആ ഒരു സ്റ്റേജിന് അപ്പുറത്തോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ രാശിയെ കുറിച്ച് അറിയില്ല. അതായത് ഒരു സാധാരണ ജ്യോതിഷിയും കുറച്ചും കൂടി അറിവുള്ള ജ്യോതിഷിയും തമ്മിലുള്ള വ്യത്യാസം രാശിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ രാശികളെ കുറിച്ച് നല്ലൊരു ധാരണ വേണം. തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ റാൻഡമായിട്ട് നമുക്ക് പഠിച്ചു പോകാനേ പറ്റുള്ളൂ. അതായത് ഓരോ രാശി എന്താ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. പിന്നീട് നമ്മുടെ പ്രഡിക്ഷൻ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും.
ഇതാണ് നമുക്ക് ചുറ്റുമുള്ള ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് മേടം തുടങ്ങുന്നത് നമുക്കറിയാം. അതായത് 0 ഡിഗ്രി. ഇത് അവസാനിക്കുന്നത് 360 ഡിഗ്രിയിലുമാണ്. ഇവിടെ തുടങ്ങുന്നത് 0 ഡിഗ്രി 0 മിനിറ്റ് ആണ് ഇത് തുടങ്ങുന്നത്. ഇത് ഏതുവരെ ഉണ്ടാവും അറിയാവോ? 29 ഡിഗ്രി വരെ ഉണ്ടാവും ഇല്ലേ? 29 ഭാഗ 29 കല ഇല്ലേ സാറേ? ഇത്രയും ഉണ്ടാവും. ഒന്നുമില്ല, 0 മുതൽ 30 വരെ എന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഇവിടെ വരുമ്പോ 30 മുതൽ 59.59 സോറി ഇത് 59 ആണ്. എനിക്ക് തെറ്റി, നിങ്ങൾ പറയണം. 59.59 ഡിഗ്രി എത്തുന്നില്ല. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇവിടെ 60 ഡിഗ്രി മുതൽ തുടങ്ങും. 59 ആയി. അപ്പൊ ആ ഡെഡ് പറയുന്ന കുറച്ച് ഷാർപ്പായിട്ട് പറയുന്നത്. ജനറലി നമ്മൾ പറയുന്നത് 0 to 30 ആണല്ലോ. 30 to 60 അല്ലേ? 60 to 90. എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മാത്രം 59.59.59 നോക്കുക കേട്ടാ. ഇതാണ് ജനറൽ. ഇതാണ് മേടം മുതൽ മീനം വരെയുള്ള രാശികളുടെ അളവ്. ഓരോ രാശിക്കും ഓരോ രൂപമുണ്ട്. ഇത് എഴുതണോ? മേടം എത്ര മുതൽ എത്ര വരെയാണെന്ന് എഴുതണോ? ഇതറിയാലോ. ഇങ്ങനെ പോവും 360 ഡിഗ്രി വരെ കേട്ടോ. ശരി. ഇനി ഈ രാശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് മേടമാണ്, ഇത് ഇടവമാണ്, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇതാണ് സൗത്ത് ഇന്ത്യൻ സിസ്റ്റം. സൗത്ത് ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രാശികൾക്ക് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. രാശികൾ സ്ഥിരമായിട്ട് നിൽക്കുന്നു. നമ്മൾ ഒരാൾ ജനിക്കുന്ന സമയം അനുസരിച്ച് അയാളുടെ വീടുകൾ മാറും. 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം എന്നൊക്കെ മാറും. അപ്പൊ ഒരാളുടെ ലഗ്നം ഇവിടെ ആണെങ്കിൽ ഇത് അയാളുടെ 1-ാം ഭാവം, ഇത് അയാളുടെ 2-ാം ഭാവം, ഇത് അയാളുടെ 3-ാം ഭാവം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവസാനം 12-ാം ഭാവത്തിൽ അവസാനിക്കും. ഇതാണ് സൗത്ത് ഇന്ത്യൻ സിസ്റ്റം. ഇതിന്റെ കൂടെ നോർത്ത് ഇന്ത്യൻ സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാര്യം എന്ന് വെച്ചാൽ നാളെ ഇവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവാതിരിക്കരുത് എന്താ സംഭവിച്ചേക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സിസ്റ്റത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് രാശി ചാർട്ട് വരുന്നത്. ഇങ്ങനെയാണ് രാശി ചാർട്ട് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലഗ്നം തൊട്ടുള്ള 12 ഭാവങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ആ ഭാവങ്ങൾ സ്ഥിരമാണ്. അതായത് എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഒന്നാം ഭാവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 2-ാം ഭാവം എന്ന് പറയുന്നത് ഇതാണ്. 3-ാം ഭാവം ഇത്, 4 ഇത്, 5 ഇത്, 6 ഇത്, 7 ഇത്, 8 ഇത്, 9 ഇത്, 10 ഇത്, 11 ഇത്, 12 ഇത്. ഇവിടെ മാറുന്നത് രാശികളാണ്. ഇതാണ് എല്ലാവരുടെ ലഗ്നം. എല്ലാവരും ആരുടെ എടുത്താലും അസെൻഡന്റ് അഥവാ ലഗ്നം എന്ന് പറയുന്നത് ഇവിടെ തന്നെ നിൽക്കും. ഇപ്പൊ ഞാൻ വൃശ്ചിക ലഗ്നമാണെന്ന് വിചാരിക്കുക. ഞാൻ വൃശ്ചിക ലഗ്നമാണെങ്കിൽ വൃശ്ചികം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ രാശിയാണ്? അത് നമ്മൾ പഠിച്ചിരിക്കണം. 8 പഠിച്ചിരിക്കണം. അത് എവിടെ നോക്കി 9-ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ ധനു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റണം. 1-ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ മേടമാണ്, 4-ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ കർക്കിടകമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. 7-ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ തുലാമാണ്, നമ്മുടെ മനസ്സിലുണ്ടാവണം. നോർത്ത് ഇന്ത്യൻ സിസ്റ്റത്തില് ഇവിടെ 8 എന്ന് എഴുതിയുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ വരും. മനസ്സിലായ? ഇയാൾ ജനിച്ചത് വൃശ്ചികം രാശിയിലാകുന്നു. 1-ാം ഭാവം ഇതാണ്, 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഇങ്ങനെ തന്നെ എഴുതുള്ളൂ. ഹൗസസ് ഇതില് സ്ഥിരമാണ്. ഹൗസസിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. മാറുന്ന രാശികളാണ്. ഞാൻ വൃശ്ചികത്തിൽ ജനിച്ച എന്റെ 8, സാറ് മേടത്തിലാണ് ജനിച്ചത്, സാറിന്റെ 1 തന്നെ ഇവിടെ. അതേപോലെ ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ് ആണ്.
ആന്റി ക്ലോക്ക് വൈസ് ആണ്. സാറ് കർക്കിടകത്തിലാണ്. സാറ് കർക്കിടകത്തിൽ ജനിക്കുന്നു. സാറ് കർക്കിടകത്തിൽ ജനിച്ച സാറിന് ഇവിടെ ഇങ്ങനെ 4 കാണും. മനസ്സിലായോ? ഇവിടെ 5 കാണും, ഇവിടെ 6 കാണും, ഇവിടെ 7 കാണും, ഇവിടെ 8 കാണും, 9 കാണും, 10, 11, 12, അങ്ങനെ 13. 1, 2, 3, 4. ഇവിടെ കിട്ടിയോ? സാറിന്റെ ലഗ്നം ഇദ്ദേഹത്തിന്റെ റിങ്കുവിന്റെ ഇടവാകുമ്പോ ഇവിടെ എന്ത് വരും? 2 വരും. ഇടവൻ 2 അല്ലേ? 2. അപ്പൊ ഇത് എന്ത് വരും? 3 വരും, 4 വരും. സംഭവം പിടിയിട്ടില്ലേ? ക്ലിയർ അല്ലേ? ഇത് എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചിട്ട് കുറെ നാൾ ഇരുന്നിട്ടുണ്ട്. ഇവര് നോർത്ത് ഇന്ത്യൻ സിസ്റ്റത്തിൽ ചില ജാതകം കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ തരുന്ന നേരെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് എന്താ സംഭവം ചിലപ്പോൾ പിടിയിട്ടില്ല. മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ജനറലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇതാർക്കെങ്കിലും സംശയം ഉണ്ടോ? അതെ, ഇവിടെ ആയിരിക്കും നമ്മൾ ജനിച്ച ഏത് രാശി എന്ന് പറഞ്ഞാൽ രാശിയുടെ നമ്പറാണ് ഇവിടെ ഇടുന്നത്. ഓക്കെ, രാശി നമ്പർ ഇടുന്നത് ഒറ്റ ഡിസൈനേ ഉള്ളൂ. രാശിയുടെ നമ്പർ ഇങ്ങനെ മാറി മാറി രാശിയാണ് അവിടെ മാറുന്നത്, ഹൗസസ് മാറുന്നില്ല. നമുക്ക് മാറുന്നത് എന്താ? നമ്മുടെ രാശിയാണ് സ്ഥിരം, നമുക്ക് ഹൗസസ് ഭാവങ്ങളാണ് മാറുന്നത്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാൻ തീർത്താം. അതായത് ഇതാണ് ഈസ്റ്റ് ഇന്ത്യൻ സിസ്റ്റം. ഈസ്റ്റ് ഇന്ത്യയിലുള്ളത് ഫോറിനേഴ്സ് അല്ല, നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതാ. അവിടെ എന്താ പ്രത്യേകത? രാശി നമ്മളെ പോലെ സ്ഥിരമാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ സംഗതി പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇതാണ്, ഇങ്ങനെയാണ് അവരുടെ ചാർട്ട് കാണുക. അപ്പൊ ഈ 3 സിസ്റ്റമാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുക. ഇത് ഏരീസ് എഴുതാം, ഇംഗ്ലീഷ് എഴുതിയതാണ്. ഏരീസ് അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈസ്റ്റ് ഇന്ത്യയിൽ ഇതാണ് ഉപയോഗിക്കുന്ന രീതി. ഒന്നും രാശി നമ്മളെ പോലെ തന്നെ സ്ഥിരം, ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ ഈ 3 സിസ്റ്റമാണ് പൊതുവെ രാശി ചക്രം. നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിസ്റ്റമാണ്. അത് വളരെ പ്രബലമായ സിസ്റ്റമാണ്. ഈ കർണാടക, ആന്ധ്രാപ്രദേശ് അവിടെ എല്ലാം ഫോളോ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം തന്നെയാണ്. നമുക്കിപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു പാർട്ടിയുടെ നമ്മുടെ എന്ത് എളുപ്പമല്ലേ? എല്ലാ സോഫ്റ്റ്വെയറിലും 2ഉം വരും. സൗത്ത് ഇന്ത്യൻ സിസ്റ്റം, നോർത്ത് ഇന്ത്യൻ സിസ്റ്റം. ഈസ്റ്റ് ഇന്ത്യൻ സിസ്റ്റം എവിടെ വരാറില്ല, അതൊന്നും ആരും ഉപയോഗിക്കാറില്ല. ഞാൻ അറിവിലേക്ക് പറഞ്ഞു. ശരി, അത് പഠിച്ചല്ലോ. ഇനി രാശികൾക്ക് സ്വരൂപങ്ങളുണ്ട്. ഓരോ രാശിക്കും മേടം മുതല് മീനം വരെയുള്ള രാശികളുണ്ടല്ലോ. മേടൻ രാശിയുടെ സ്വരൂപം ആടാണ്. വായിച്ചാൽ മതി. മേടൻ രാശി ഒരാള് മേടൻ രാശിയിൽ ജനിക്കുകയാണ്. മേടൻ ലഗ്നമായിട്ട് വരിക, അല്ലെങ്കിൽ മേടക്കൂറിൽ. മേടക്കൂർ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക 4 ആണ് മേടക്കൂർ. മേടൻ ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച സമയം. ചന്ദ്രനെ നിൽക്കുന്നത് മേടക്കൂറാണ്. അവിടെ തന്നെ ലഗ്നവും കൂടി വരിക. അപ്പൊ ആ ലഗ്നവും ചന്ദ്രനും ഒരേ രാശിയിൽ തന്നുകൂടെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മേട ലഗ്നമായിട്ടോ മേടക്കൂറായിട്ടോ ജനിക്കുന്ന ഒരാൾ അയാൾക്ക് സാധാരണയായിട്ട് ആടിന്റെ സ്വഭാവമായിരിക്കും. ആടിന്റെ രീതി എന്താ? ആടിന്റെ രീതി ഈ ഇലയിൽ നിന്ന് ഈ ഇലയിൽ നിന്ന് ഈ ഇലയിൽ നിന്ന് എല്ലാം പഠിച്ചു നോക്കി ഇങ്ങനെ പോകും. അപ്പൊ മേട ലഗ്നത്തിൽ ജനിക്കുക അല്ലെങ്കിൽ മേടക്കൂറിൽ ജനിക്കുന്നവര് അവരുടെ സ്വഭാവം ഇങ്ങനെ അവിടെയും വിളിച്ചാടി
പിന്നെ ആടിന് ഏറ്റവും ദേഹത്തിന് ചൂട് കൂടുതലായിരുന്നു. സൂര്യന്റെ ഉച്ചരാശിയാണ്, ചൊവ്വയുടെ വീടാണ് അല്ലേ, മേടം പറഞ്ഞാൽ ചൊവ്വയുടെ വീടാണ്, സൂര്യന്റെ ഉച്ചരാശിയാണ്, ചൂട് കൂടുതലായിരിക്കും. മേടത്തിൽ ജനിച്ച ആൾക്കാരുടെ ശരീരത്തിന് ചൂട് കൂടുതലായിരിക്കും. പിന്നെ ഒരു ചൂടലും കൂടിയായിരിക്കും, പെട്ടെന്ന് ദേഷ്യമില്ല. അവിടെ ചൊവ്വയുടെ സ്വഭാവം, പിന്നെ സൂര്യന്റെ സ്വഭാവം അല്ലേ. അങ്ങനെ ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയി, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി. അപ്പം ആടിൻ്റെ സ്വഭാവമാണ് കൂടുതൽ. ആടിൻ്റെ ദേഹപ്രകൃതി ചൂട്, പിന്നെ തലയെടുത്ത്, പിന്നെ അതൊക്കെ ഉണ്ടാവും. ഇപ്പം ഇടവെന്താണ് ഇടവും കാള ഋഷഭമാണ് സാറേ. അത് വേറെ ഈ ആടിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെജ് നോൺ വെജ് അത് വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടോ? ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയാൻ അത് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ഇവിടെ രണ്ട് ഇത് പറഞ്ഞാൽ മോഹനെ പറ്റി നമുക്ക് പറയണ്ട. ഇപ്പൊ ഇടവത്തിനെ പറ്റി പറയാം. ഇടവത്തിനെ എന്താ? കാള അല്ലേ? കാള എങ്ങനെ ഇടവ രാജ്യക്കാർ ജനിക്കുന്നത് ഗംഭീരമായി നട്ടാടപ്പെടിച്ചു അല്ലേ. ഒരു ഗാംഭീര്യമായ ഒരാള്, ഒരു കാര്യമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ ആള് ഭയപ്പെടും. അങ്ങനെ ശരി. പിന്നെ മേടം ആടിന്റെ സ്വരൂപമാണ്, ഇടവും കാളയുടെ സ്വരൂപമാണ്. മിഥുനം എന്ന് പറയുന്നത് രണ്ട് മിഥുനങ്ങളാണ് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ദമ്പതികൾ, ഗതേന്ത്യ പുരുഷനും വീണയേന്ത്യ വനിത എന്നാണ് വരാഹവീരം പറയുന്നത്. ഓക്കെ, രണ്ട് മിഥുനങ്ങൾ. കർക്കിടകം എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞണ്ടാണ്. ചിങ്ങം എന്ന് പറയുന്നത് സിംഹമാണ്. കന്നി എന്ന് പറയുന്നത് വരാഹവീരം പറയുന്നത് ഒരു വഞ്ചിയിലുള്ള ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു കയ്യില് നെൽക്കതിരും ഒരു കയ്യില് തീയും അഗ്നിയും. ഇതാണ് ആ കന്നിയുടെ സ്വരൂപം. സിംഹത്തിന്റെ സ്വഭാവം സിംഹത്തിന്റെ സിംഹമാണ്. സിംഹത്തിന്റെ സിംഹരാജ്യയുടെ സിംഹമാണ് എനിക്കറിയാം. സിംഹം എന്ന് പറയുകയാണ് എല്ലാവരും എന്നെ ബഹുമാനിക്കും അല്ലേ. ഞാൻ ആരെയും പഠിക്കലും ഞാനാണ് എല്ലാവരും പിന്നോട്ടില്ല, പിന്നോട്ട് പിന്നോട്ട് നിൽക്കില്ല. സിംഹരാജ്യയിൽ സിംഹ വ്യക്തമായിട്ട് ഒരു ഒരാള് വിട്ടുവീഴ്ചക്ക് ചെയ്യാറില്ല. എല്ലാവരും എന്നെ ബഹുമാനിക്കും. അങ്ങനെ ആളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യാം? സാറ് വിചാരിച്ചല്ല നടക്കുന്നത്. ഞാൻ വിചാരിച്ചു കൊണ്ട് പറഞ്ഞു എന്നെ കണ്ട് നന്നായിട്ട് സാറ് ചെയ്യാൻ പറ്റുന്ന ആളായില്ലേ. അങ്ങനെയാണ് നമ്മൾ ഓരോരാളുടെ പെരുമാറ്റ രീതി രാശി നോക്കി നമുക്ക് പെരുമാറാം. സിംഹക്കാരൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് സാധനം ചെയ്യണമെന്ന് പറയാൻ സൗകര്യമില്ല, എന്താ ചെയ്യാൻ പറ്റും? അതായത് സിംഹമാണ് സാറ് വിചാരിച്ചപ്പോൾ എനിക്ക് അത്രയും നോളജില്ല, സാറിനാണ് ഇത്രയും നോളജ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതലാണ് അല്ലേ. ആളൊന്നും എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഓരോ രാജ്യയുടെ സ്വഭാവം നമ്മുടെ മനുഷ്യന്മാരുടെ കാണിക്കും. നമ്മൾ ചില ആൾക്കാരെ കണ്ടാൽ ഇയാൾ ഇന്ന രാജ്യം ജനിക്കുമെന്ന് പറയാൻ പറ്റും. അതെ, തീർച്ചയായും. കർക്കിടകം ഞണ്ടാണ്. ഞണ്ടിന്റെ സ്വഭാവമാണ്. കർക്കിടക രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലാമത്തെ രാശിയല്ലേ. കർക്കിടക രാശി ഒരു മാതൃസഹജമായ സ്വഭാവമുള്ള ആളുകളാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്. പുറമെ അങ്ങനെയൊന്നും അല്ലെങ്കിലും അങ്ങനെയാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകൾ, വളരെ വൈകാരികമായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളുകൾ. ചന്ദ്രന്റെ രാശിയാണത്. മനസ്സിന്റെ രാശിയാണ്. ജലരാശിയാണത്. അതുകൊണ്ടാണ് ഈ ഞണ്ടിനെ കാണിക്കുന്നത്. ജലരാശിയാണത്. ജലരാശികളുടെ എല്ലാ പ്രത്യേകത, ജലരാശികളായിട്ടുള്ള എല്ലാ രാശികളും വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രാശികളാണ്. ജലരാശി അതായത് മൂന്ന് ഞാൻ അല്ലെങ്കിൽ പറഞ്ഞു പോട്ടെ. അപ്പം നമ്മള് കന്നി പറഞ്ഞു. തുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ത്രാസേന്ത്യ പുരുഷനാണ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകാം അത് ഒരു വളരെ ബാലൻസ്ഡ് ആയ ആളാണ്. തുലാം രാശി ബിസിനസ്സിനൊക്കെ, തുലാം രാശിയിലൊക്കെ ജനിച്ചവരെ ബിസിനസ്സിലൊക്കെ നന്നായിട്ട് എക്സൽ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ശുക്രന്റെ രാശിയായത് കാരണം. പിന്നെ വൃശ്ചികമുണ്ട്. വൃശ്ചിക രാശി വളരെ ജലരാശിയാണ്. വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. വളരെ രഹസ്യാത്മക സ്വഭാവത്തെ സൂക്ഷിക്കുന്ന ആളുകളാണ്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രു അവർ തന്നെയായിരിക്കും. കാര്യം ഈ തേർഡിന്റെ ഇത് വിഷം അവർക്ക് തന്നെയാണ്. അവരുടെ മനസ്സിലൊക്കെ ഒരു സാധനം കയറി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് വിട്ട് കളയൊന്നുമില്ല. ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എന്താന്ന് പറഞ്ഞാല് അവരുടെ മനസ്സിൽ എന്താണ് പറയുന്നത്, മോദിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാം. ഞാൻ ഭരണാധി കേൾപ്പം പിണറായിന്റെ സ്വഭാവത്താണ് നമുക്ക് പറയാൻ പറ്റും. ഭരണതായിരിക്കില്ല ചെയ്യുന്നതായിരിക്കില്ല. അല്ല, അവര് സീക്രട്ടീവ് ഭരണാധികാരികളുടെ എല്ലാം ക്വാളിറ്റീസ് ഉണ്ടാവും. പ്രധാനപ്പെട്ട ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ്, അറിയപ്പെടുന്ന ലീഡേഴ്സൊക്കെ വേൾഡിന്റെ സ്വഭാവമാണ് അറിയാം.
ഈ മോദിയുടെയൊക്കെ പ്രത്യേകിച്ച് മോദി, ട്രംപ് ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതേ പ്രധാനമായിട്ടും അയാളുടെ ലഗ്നാധിപൻ, അയാളുടെ സൂര്യൻ, അയാളുടെ ചന്ദ്രൻ, ഈ 3 സാധനങ്ങളെ കൊണ്ടാണ്. ഈ 3 സാധനങ്ങൾ സ്ഥിര രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ എന്ത് ചെയ്താലും ഇവരുടെ അഭിപ്രായത്തിൽ നിന്ന് മാറില്ല. ചരരാശി, സ്ഥിരരാശി, ഉപരാശി എന്നാണ് പറയാം. അപ്പം അതാണ് അവരുടെ പ്രത്യേകത. അവര് എന്ത് ചെയ്താലും അവർ മാറില്ല. അവർ തീരുമാനം എടുത്തു, ഇനി എന്ത് സംഭവിച്ചാലും അവരുടെ തീരുമാനം മാറില്ല. മോദിയുടെ അനിഴ നക്ഷത്രമോ ചന്ദ്രൻ വൃശ്ചികത്തിലാണ്. അതേപോലെ സൂര്യനും ലഗ്നാധിപനും സ്ഥിരരാശിയിൽ തന്നെ നിൽക്കുന്നത്. അതേപോലെ ധനുരാശിയിൽ കിംപുരുഷനാണ്. അതായത് പകുതി ഭാഗം വില്ലേന്തിയ നരനും ബാക്കി പകുതി കുതിരയുമാണ് കിംപുരുഷൻ. അത് വലിയ വലിയ അതോറിറ്റീസ് ഒക്കെ കാണിക്കുന്ന ഒരു സിമ്പലാണ് ഈ ധനുരാശി. പിന്നെ മകരം രാശിയിൽ ഒരു മാന, ഒരു എന്താ ചീങ്കണ്ണി, മുതല കാലിൽ കയറി പിടിച്ചേക്കുകയാണ്. ഫ്രണ്ട് ഭാഗം മാനാണ്, പുറകു ഭാഗം ഈ പറയുന്ന പോലെ മുതലേ. പിന്നെ കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുംഭം കൊണ്ട് കാണിക്കുന്നത്. പിന്നെ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വാല് കടിക്കുന്ന 2 മത്സ്യങ്ങളാണ്. പരസ്പരം വാലടിക്കുന്ന റൊട്ടേഷനിൽ നിൽക്കുന്ന 2 മത്സ്യങ്ങളാണ്. ഇതാണ് ഈ രാശിയുടെ ഈ മൃഗങ്ങളെ കൊണ്ടുള്ള അടയാളങ്ങൾ. അപ്പം വരാഹമീനം പറയുന്നത് ഓരോ രാശിയെയും എന്ത് മൃഗമാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ സ്വഭാവം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്. അതായത് വളരെ ക്ലോസ് ഒബ്സർവേഷൻ ഇതിലേക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രകൃതം നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ഈ രാശികൾക്ക് പേര് കൊടുത്തേക്കുന്നത്. ഇതില് മേടം തൊട്ട് ഇതുവരെ ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഇതാണ് 1ാമത്തെ രാശി, ഇത് 2ാമത്തെ രാശി, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 രാശികളാണ് നമുക്കുള്ളത്. ഈ 12 രാശികളെ ഇപ്പം വിഷ്ണു സഹസ്രനാമം ചോദിച്ചിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം അതിൽ ആദ്യത്തെ പദം വിശ്വം എന്നാണ്. അല്ലെ, വിശ്വം നമസ്കാരം എന്നാണ്. വിശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പദം കൊണ്ട് പറഞ്ഞത് ഈ മുഴുവൻ ജഗത്തും ആയി മാറിയിരിക്കുന്നത്, വിശ്വമായി മാറിയിരിക്കുന്നത് വിഷ്ണുവാണെന്നാണ്. ആ കൺസെപ്റ്റില് ഈ പറയുന്ന 360 ഡിഗ്രി എന്ന് പറയുന്നത് വിഷ്ണുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതായത് കാലപുരുഷൻ എന്നുള്ള സങ്കല്പം. അപ്പൊ ഇതിന് ഓരോ കാലപുരുഷന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പറയും. ഈ 12 എണ്ണത്തിനെ ഈ അതായത് മേടം കൊണ്ട് പറയുന്നത് എന്താ? ശിരസ്സാണ് പറയുന്നത്. മേടം കൊണ്ട് ഒരാൾ എന്താ പറയുന്നത്? ശിരസ് പറയും. അത് കഴിഞ്ഞിട്ട് ഇടവം കൊണ്ട് പറയുന്നത് മുഖമാണ്. മിഥുനം കൊണ്ട് പറയുന്നത് ഈ ബാഹുക്കളാണ്, കഴുത്തും ബാഹുക്കളും. കാലപുരുഷന്റെ അവയവം. അതെ, കാലപുരുഷന്റെ അവയവം നമ്മുടെ നോട്ടില് വിഷ്ണുവിന്റെ ഒരു ചിത്രം കാണിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിലല്ല, മുമ്പത്തെ ചാപ്റ്ററിലായിരുന്നു. 37 37ാമത്തെ പേജിലുണ്ട്. ബാഹുക്കളാണ്. ഓക്കെ, നാലാമത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകം എന്ന് പറയുന്നത് ചെസ്റ്റ് ആണ്. ഹൃദയം നൽകിക്കോട്ടെ. ചിങ്ങം എന്ന് പറയുന്നത് ഉദരമാണ്. ഇത് വസ്തി പ്രദേശമാണ്. വസ്തി പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ഇടുപ്പ്, നമ്മുടെ ഡ്രസ് വന്ന് വീഴുന്ന സ്ഥലം. ഇത് നാഭി മുതൽ ലിംഗം വരെയുള്ള പ്രദേശമാണ്. 7. ഇത് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളാണ്. 8 എന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്സ്.
ഇത് തുടകളാണ്. ഏത്? ധനു എന്ന് പറയുന്നത് തുടകളാണ്. മകരം എന്ന് പറയുന്നത് കാൽമുട്ടാണ്. കുംഭം എന്ന് പറയുന്നത് കണങ്കാലാണ്. മീൻ എന്ന് പറയുന്നത് പാദങ്ങൾ. കംപ്ലീറ്റ് ആയില്ലേ? കാലവൃക്ഷന്റെ എല്ലാ അവയവങ്ങളും കംപ്ലീറ്റ് ആയി. ഇതിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എവിടെയാണോ ഏത് ഭാഗത്താണോ പാപന്മാർ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും ഡിഫോർമേഷൻ കാണുന്ന പറയുന്നത്. പാപഗ്രഹങ്ങൾ ഏത് രാശിയിൽ നിൽക്കുന്നുണ്ടോ, ഏത് ഭാഗത്ത് നിൽക്കുന്നുണ്ടോ ആ ഭാഗത്ത് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്റെ ജാതകത്തിൽ 5ാമത്തെ രാശിയിൽ രാഹു എന്റെ ജാതകം. പിന്നെ എന്നെ വേറെ ഓപ്പറേഷൻ ഏത് ഭാഗത്ത് പാപഗ്രഹങ്ങൾ ഏറെക്കണ്ട് ശുഭഗ്രഹങ്ങളുണ്ട്, പാപഗ്രഹങ്ങളുണ്ട്. അത് പഠിച്ചോ? രാശി കഴിഞ്ഞാൽ അടുത്ത ഗ്രഹങ്ങളാണ്. ഈ രാശികൾക്ക് ഏത് ഭാഗത്ത് പാപഗ്രഹങ്ങൾ എടുക്കുമ്പോൾ ആ ഭാഗത്ത് രോഗം വരാനുള്ള അവസ്ഥ പന്തരിയോ വേദനയോ പിന്നെ എന്റെ 12ാമത്തെ രാശിയിൽ ചുവട് എവിടെ നടക്കുന്നതിനൊക്കെ കാലിൽ കടലിൽ കല്ലിലോട് പാദത്തിന് എപ്പോഴും വയറിനതുകൊണ്ട് പാദത്തിനൊക്കെ 2 സ്ഥലത്ത് പാദം ഒരാളുടെ ജാതകം എടുത്ത് നോക്കിയിട്ട് അവിടെ കയറുന്ന കയറും പറ്റില്ല. ഇത് അപ്സെറ്റ് ആവുന്നത് ഈ ജാതകം പഠിച്ച പോലെ തോന്നും ഇതൊക്കെ എനിക്കൂട്ടിട്ട് തോന്നും. അങ്ങനെ കൊണ്ടുവരും. ഇതൊരു പൊതുവിലുള്ള കാര്യമാണ്. നമ്മൾ അപ്സെറ്റ് ആവാൻ പാടില്ല. ജാതകത്തിൽ അപ്സെറ്റ് ആവാൻ പാടില്ല. ഇതാണ് പ്രധാനമായിട്ട് കാലപുരുഷന്റെ ഇതിൽ നമ്മൾ വേർതിരിക്കും. ഇനി രാശികളുടെ കുറച്ച് പ്രത്യേകതകൾ പറയാം. ഈ രാശികളെ നമ്മൾ മേടം മുതൽ ഇത് ഈ മേടം ഒന്നും ഞാൻ ഇനി എഴുതുന്നില്ല. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണത്. അതിന് എഴുതുന്നതിൽ കഥയില്ല. ഇനി അതിൽ കഥയില്ല. ഇതില് നമ്മളെ രാശികളെ നമ്മൾ തിരിക്കുന്നത് ഒന്ന് പുരുഷ സ്ത്രീ രാശികളായിട്ട് നമ്മൾ തിരിക്കും. പുരുഷ രാശികളും സ്ത്രീ രാശികളായിട്ട്. ഏതൊക്കെയായിരിക്കും പുരുഷ രാശികൾ? ഇത് പുരുഷ രാശിയാണ്. ഇത് സ്ത്രീ രാശിയാണ്. വീണ്ടും പുരുഷ രാശി, സ്ത്രീ രാശി, പുരുഷ രാശി, സ്ത്രീ രാശി. പുരുഷ രാശി, സ്ത്രീ രാശി, പുരുഷ രാശി, സ്ത്രീ രാശി, പുരുഷ രാശി, സ്ത്രീ രാശി. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആലോചിക്കുക പുരുഷൻ സ്ത്രീ, പുരുഷൻ സ്ത്രീ, അങ്ങനെ പോകുന്നു ആലോചിക്കുക. ഓക്കെ. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ക്രൂര സൗമ്യ രാശികളാണ്. ഇതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതായത് എല്ലാ പുരുഷന്മാരും ക്രൂരന്മാരാണ്, എല്ലാ സ്ത്രീകളും സൗമ്യരാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് ക്രൂരരാശി, ഇത് സൗമ്യരാശി. പഠിക്കാനുള്ള സമയത്തിന് ഇങ്ങനെ പഠിക്കുക. സ്ത്രീ 4ാമത്തെ പിന്നെ വിഷമം സമം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. വിഷമരാശികളും സമരാശികളും പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. അതും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതൊരു സൈക്കോളജിക്കൽ വ്യൂ ആണ്. ഇത് ആ രാശികളിൽ ജനിക്കുന്നവരുടെ അല്ലെങ്കിൽ ആ രാശികളിൽ സംബന്ധിച്ച്. ഓക്കെ. ഇത് വിഷമരാശി, ഇത് സമരാശി. ഇങ്ങനെ ഇതെല്ലാം ഒന്നിടവിട്ട് വരും. വിഷമം സമം, വിഷമം സമം. ഇനി ഒരെണ്ണം കൂടി, ഒറ്റ രാശികളും ഇരട്ട രാശികളും, ഓഡ് ആൻഡ് ഈവൻ. ഇതെല്ലാം ഒറ്റയും ഇതെല്ലാം ഇരട്ടയുമാണ്. വേറൊരു പേരും കൂടി പറയും, ഓജം യുഗ്മം.
ഓജം യുഗ്മം. ഇതേ രീതി തന്നെയാണ് പോണത്. നമ്മളിപ്പം ക്രൂര സൗമ്യ എങ്ങനെ വിഭജിച്ചോ, പുരുഷ സ്ത്രീ എങ്ങനെ വിഭജിച്ചോ, അതേപോലെ ഒറ്റ രാശികൾ, ഇരട്ട രാശികൾ, അല്ലെങ്കിൽ ഓജരാശികൾ, അല്ലെങ്കിൽ യുഗ്മരാശികൾ, പുരുഷ രാശികൾ സെയിം ആണ്. നമ്മൾ ആ പേര് അങ്ങ് മാറുന്നു മാത്രം. എല്ലാ പുരുഷന്മാരും ക്രൂരന്മാരാണെന്നും വിഷമസ്ഥിതിയിലുള്ളവരാണെന്നും ഒറ്റയ്ക്കാണെന്നും ഒക്കെ വിചാരിക്കുക. അങ്ങനെയല്ല കേട്ടോ, അത് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ പ്രശ്നമൊക്കെ നോക്കുമ്പോഴാണ് കൂടുതൽ ആവശ്യം വരുന്നത്. രാശികളെ, ഈ രാശികളെ വെച്ചിട്ടാണ് കള്ളൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ അറിയണം. മനസ്സിലായ? ഒറ്റക്കാണോ പെട്ടത്, കൂട്ടമായിട്ടാണോ ഒന്ന് കട്ടത്, അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ രാശികളാണ്. രാശികളാണ് മുഴുവൻ വരുന്നത്. ഇപ്പൊ ഈ വൃശ്ചിക രാശി ഒരു വീട്ടിൽ കളവ് പോയി, മാല കളവ് പോയി. അപ്പൊ ഒരു പ്രശ്നം ആ മാല ആരംഭിച്ച് ഇവിടെ പോയി മാറിക്കാണോ, അല്ല ചെറുപ്പം കണ്ടുകൊണ്ടാണോ, കള്ളനാണോ, സ്ത്രീയാണോ, പുരുഷനാണോ എന്ന് പറഞ്ഞാൽ കൗതുകത്തിൽ പറഞ്ഞു സ്ത്രീ രാശി വെച്ചാണ് ഇതൊരു സ്ത്രീ മുഖേന പുറത്തു പറയാം. ആ ദിക്കും ഇതുപോലെ തന്നെ വരുമല്ല. അങ്ങനെ ഒളിവിരിക്കുന്ന സ്ഥലത്ത് വീട്ടിലാണ് അവിടെ മാറിക്കിടക്കുന്നത് കൊണ്ടുപോയിട്ടാണ് പുരുഷരാശി വെച്ചാണ് ഒരു പുരുഷനാണ്. അങ്ങനെ പ്രശ്നത്തിനാണ് കൂടുതൽ ആ സമയത്ത് രാശി ഏതാണോ ആ സമയത്ത് പിന്നെ ഇത് കിട്ടുമോ, പോയ സാധനം കിട്ടുമോ ഇല്ലയോ എന്ന് അവസാനത്തോട് തോന്നുന്നു. എന്നിട്ട് കവടി എടുത്തിട്ട് നോക്കിയിട്ട് വ്യാഴം എവിടെ നിൽക്കുന്നു, അനുകൂലത്തിലാണെങ്കിൽ ദൈവാലയം 6, 8, 12 ലഗ്നം വരുന്നതിന് വഴിയാണെങ്കിൽ നമ്മളൊരു പൂജ വീട്ടിൽ നടത്തി, പൂജ നടത്തി കഴിഞ്ഞാൽ പൂജ കഴിച്ചോ നല്ല ഫലമുണ്ടോ നോക്കണമെങ്കിൽ അതും അവിടെ എടുത്ത് നോക്കിയിട്ട് അത് അവിടെ വ്യാഴം കിട്ടിയോ വ്യാഴം ബന്ധോ വന്ന് കഴിച്ചു അല്ലെങ്കിൽ വരെ ഒരു പൂജ എന്നാൽ ഏത് ദിക്കിലേക്ക് പോയി വീട്ടിലേക്ക് മടങ്ങി അത് പറയാം. അതിനൊക്കെ ഇതിപ്പോ പറയാം. അതിപ്പോ ദിക്കുകൾ ഇദ്ദേഹം പറഞ്ഞത്. ദിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കിഴക്ക്, ഇതാണ് കിഴക്ക് ദിക്കിൽ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്. ആ ഉടനെ ആ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഓർഡറിലൊക്കെ പോകും. 1, 5, 9 ഒരു കോമ്പിനേഷൻ ഓഫ് കിട്ടാം. 1, 5, 9. അപ്പൊ മേടം കിഴക്കാണെങ്കിൽ ചിങ്ങം എന്ത് വരും? കിഴക്ക് ചിങ്ങവും കിഴക്ക് വരും. കാര്യം 1ന്റെ ഇതിന്റെ 5ആണിത്. അങ്ങനെയാണെങ്കിൽ ധനു എന്ത് വരും? ധനുവും കിഴക്ക് വരും. അപ്പൊ മനസ്സിലായ കള്ളൻ ഏത് ദിക്കിലോട്ടാ പോയെന്ന്? ഇതിന് മാത്രമല്ല, ഭാര്യ ഏത് ദിക്കിൽ നിന്ന് വരും നോക്കണമെങ്കിൽ 7ാം ഭാവാധിപൻ ഏത് രാശി പോയി നിൽക്കണം നോക്കിയാൽ മതി. ഏത് ഭാഗത്താണ് കല്യാണം നടക്കാന്ന് ചോദിക്കും സാധാരണ. ഏത് ഭാഗത്ത് നോക്കണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ജാതകത്തില് കിഴക്കും ഭാര്യയുടെ ജാതകത്തിൽ പടിഞ്ഞാറോ. മനസ്സിലായോ? അപ്പൊ 7ാം ഭാവാധിപൻ ഏത് രാശി പോയി നിൽക്കണ്ടെന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? ഭാര്യ ദിക്കിൽ നിന്ന് വരുന്നത് മനസ്സിലാവും. 7ാം ഭാവാധിപൻ സിംഹത്തിലാണ് പോയി നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? കിഴക്കുന്ന് വരും സിംഹത്തിനെ പോലെ നാളായിരിക്കും. മനസ്സിലായോ? പുള്ളിക്കാരി പറഞ്ഞു കേട്ട് നിൽക്കേണ്ടി വരും ചിലപ്പോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു കേട്ട് നിൽക്കേണ്ടി വരും. ഈ ദിക്കുകളായോ? വടക്ക്, ഒന്ന് 5, 9 ഓർക്കാം കേട്ടോ. 1, 5, 9 എന്ന് പറയണത് അറിയാലോ. മേടം, സിംഹം, ധനു. അതേപോലെ തന്നെ 2, 6, 10 എന്ന് പറയുന്നത് ഋഷഭം. ഇടവം, കന്നി, മകരം. 3, 7, 11 ഏതൊക്കെയാ? മിഥുനം, തുലാം, കുംഭം. 4, 8, കർക്കിടകം,
ഇതിന്റെ കാര്യം പറയട്ടെ, ഇത് കിട്ടിയില്ലേ? ഇനി ഈ 1, 5, 9 എന്ന രാശികളില്ലേ, മേടം, ചിങ്ങം, ധനു, അതെല്ലാം ആഗ്നേയ രാശികളാണ്. ആഗ്നേയ രാശികൾ, അതിൽ അഗ്നി. പഞ്ചഭൂത സിദ്ധാന്തം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം ഉണ്ടായത് പഞ്ചീകരണം വഴിയാണ്, 5 ഭൂതങ്ങൾ ചേർന്നിട്ടാണ്. അതില് ആകാശത്തിന് എല്ലാത്തിലുള്ളതാണ്, ക്ഷേത്രത്തിന് മൊത്തം ഉള്ളതാണ് ആകാശം എന്ന് പറയുന്നത്. പിന്നെയുള്ള 4 ഉള്ളത്, 4: അഗ്നി, ഭൂമി, ജലം, വായു. ശരിയല്ലേ? അതിൽ അഗ്നി എന്ന് പറയുന്നത് മേടം, ചിങ്ങം, ധനു. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് മേടൻ രാശിയിലുള്ളവർ ചൂടന്മാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ശരീരം ചൂടായിരിക്കും എന്ന് പറയുന്നത് മനസ്സിലായോ? അഗ്നിയാണ്, അവർ അഗ്നിരാശിയിൽപ്പെട്ടവരാണ്. ഇടവൻ രാശി അത് ഏത് തത്വ? ഭൂമി തത്വ. ഓക്കെ, അഗ്നി, ഭൂമി, വായു, ജലം. അത് റിപ്പീറ്റ് ചെയ്ത് വരും വീണ്ടും. അഗ്നി, ഭൂമി, വായു, ജലം. അഗ്നി, ഭൂമി, വായു, ജലം. അഗ്നേയ രാശികളാണ് മേടം, ചിങ്ങം, ധനു. ഭൂരാശികളാണ് ഇടവം, കന്നി, മകരം. വായുരാശികളാണ് മിഥുനം, തുലാം, കുംഭം. ജലരാശികളാണ് കർക്കി, വൃശ്ചികം, മീനം. ഞണ്ടിനെയും വെള്ളത്തിൽ കാണാം, തേളിനെയും വെള്ളത്തിൽ കാണാം, ചതുപ്പിൽ കാണാം, മീനിനെയും വെള്ളത്തിൽ കാണാം. ഓക്കെ അല്ലേ? അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനം പറഞ്ഞാട്ടെ, രാശികളെ നമ്മൾ ചരം, സ്ഥിരം, ഉഭയമായിട്ട് തിരിക്കും. ചരം, സ്ഥിരം, ഉഭയം. ഇതിനെയാണ്, അതായത് ചരം, സ്ഥിരം, ഉഭയം. ചരം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത്, ചരിക്കുന്നത്. സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടിരിക്കുന്നത്. ഉഭയം എന്ന് പറയുന്നത് ചരവും സ്ഥിരവുമായിട്ടുള്ള ക്വാളിറ്റിയോട് കൂടി. ചരം, സ്ഥിരം, ഉഭയം. ഇത് കിട്ടിയാണോ? റിപ്പീറ്റ് ചെയ്തു. ചരം, സ്ഥിരം, ഉഭയം. ചരം, സ്ഥിരം, ഉഭയം. ചരം, സ്ഥിരം, ഉഭയം. ചരം, സ്ഥിരം, ഉഭയം. ഈ കോൺ രാശികളില്ലേ, 4 കോണിലുള്ളത്, അത് എപ്പോഴും ഉഭയരാശികൾ. കോൺരാശിയുടെ മുമ്പിലുള്ള ശരം, കോൺരാശിയുടെ പുറകിലുള്ള സ്ഥിരം. പഠിക്കാൻ എളുപ്പം. 4 കോണിലുള്ള രാശി, അതായത് സ്ഥിരം, മിഥുനം, കന്നി, അത് ഉഭയരാശിയാണ്. 4 മൂലത്തിലുള്ള രാശി ഉഭയരാശി. മൂലയുടെ മുമ്പിലുള്ള രാശി ചരതായിരിക്കും, പുറകിലുള്ള രാശി സ്ഥിരമായി. അത് ഉറപ്പിക്കാനില്ല. 4 മൂലക്കുള്ള രാശി ഉഭയരാശി. ഉഭയരാശിയുടെ തൊട്ട മുമ്പിലുള്ള രാശി ശരം, തൊട്ട പുറകിലുള്ളത് സ്ഥിരം. ഇത് എഴുതി വെച്ചാൽ 4 മൂലക്കുള്ളത് ഉഭയരാശി. ഉഭയരാശിയുടെ മുമ്പിൽ ശരം, പുറകിൽ സ്ഥിരം. ഇത് വളരെ അത്യാവശ്യം വരും. വീടുകളിൽ താമസത്തിന് ചരരാശിയാണ് നമ്മൾ മുഹൂർത്തം കൊടുക്കണമെങ്കിൽ അയാളെ വീട്ടിൽ താമസിക്കോ? ചരരാശി മുഹൂർത്തം കൊടുക്കുക പറഞ്ഞ ആളെ വീട്ടിൽ താമസിക്കുക, അല്ലെ വീട് വിട്ടു ചുറ്റിക്കൊണ്ടേയിരിക്കും, സജീവമായിട്ടിരിക്കും. അപ്പം വീട്ടിൽ കയറി താമസിക്കാൻ നമ്മളെപ്പോഴും മുഹൂർത്തം കൊടുക്കുന്നത് സ്ഥിരരാശി വരും. പിന്നെ വീട് സ്ഥിരമായി താമസിക്കാൻ ലോകം കൂടെ ചുറ്റി വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനാണ് നമ്മൾ വീട്ടിലേക്ക്. ബൈക്ക് പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ കാറ് പഠിക്കണമെങ്കിലും സ്ഥിരരാശിക്കാരെ കുറിച്ച് വണ്ടി ഓടില്ല. ചരരാശിയിൽ വണ്ടി ഓടാനുള്ളതല്ലേ, വീട് കിടന്നുറക്കാനുള്ളത്, വീട്ടിൽ റെസ്റ്റ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മുഹൂർത്തം കൊടുക്കുന്ന പറയാണ്ട് വണ്ടി പഠിക്കുന്നതനുസരിച്ച് ചരരാശികൾക്ക് വീട്ടിൽ കയറി താമസിക്കാൻ സ്ഥിരരാശി. അതൊരു വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പ്രശ്നത്തിൽ രോഗം മാറും ഇല്ലയോ എന്നുള്ളത് നോക്കുമ്പോഴേ ചരരാശി ആണ് ഇത്രയും എന്തായിരിക്കും? അതെ. അപ്പൊ രോഗമാണ് പ്രശ്നം വന്ന് സാറിന്റെ പ്രശ്നത്തിൽ വന്ന് നോക്കി. ഇപ്പൊ ചരരാശി ആർക്ക് കിട്ടി? അപ്പൊ ചരമാണെങ്കിൽ എന്താ അർത്ഥം?
മാറുമല്ലേ? ചരമാണെങ്കിൽ മാറും, അവിടെയാണ് പ്രശ്നം. സ്ഥിരമാണെങ്കിലോ ചരരാശി അവിടെ നിന്ന് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ആലോചിക്കണം. മാറ്റം എപ്പോഴും ചരത്തിനെ റെപ്രസെന്റ് ചെയ്യണം. ഈ ചരരാശികളുടെ പ്രത്യേകിച്ച് ഈ ചലനാത്മകതയും ഊർജ്ജസ്വലതയും അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ചരരാശിയാണ്. ചലനാത്മകതയും ഊർജ്ജസ്വലതയും. അതേപോലെ തന്നെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, ബ്രഹ്മാവാണ് ചരരാശിയുടെ റൂളർ. ബ്രഹ്മാവ് കേട്ടോ, അത് പുസ്തകത്തിൽ ഉണ്ടാവില്ല. ഇല്ല. ചരരാശി റൂൾ ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് ഒക്കെയുള്ള സമയം. അതുകൊണ്ടാണ് ഒക്കെയുള്ള സമയം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്തായാലും വേറെ ചരരാശികളുടെ റൂൾഡ് ബൈ ബ്രഹ്മ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ് ചരരാശിയുടെ റൂളർ. സ്ഥിരരാശിയുടെ റൂളർ സംഹാരകാരകനായ ശിവനാണ്. സ്ഥിരരാശിയുടെ പ്രത്യേകത വെച്ചാൽ ദൃഢവും ശാശ്വതമായത്, സ്ഥിരമായത്, ദൃഢമായത്. ഭൂമിയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അഗ്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമിനെ പറഞ്ഞില്ലേ. ഭൂമി എന്ന് പറഞ്ഞാൽ ദൃഢവും ശാശ്വതമായതാണ് ഭൂമി. ഈ അഗ്നി രാശിക്കാണ് ഈ ട്രാൻസ്ഫോർമേഷന് കഴിവുള്ളത് കേട്ടോ. ഒന്നിനെ മറ്റൊന്നാക്കാനുള്ള കഴിവ് അഗ്നിക്കാണ്. ഭൂരാശിയാണെങ്കിൽ അത് കുറച്ചും കൂടി ശാശ്വതമായിരിക്കും, സോളിഡ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ഈ വായുരാശിയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ മിഥുനത്തിനെയൊക്കെ പറഞ്ഞു, അത് ഇപ്പൊ നമ്മളെന്താ പറയാ, നമ്മള് എയിംലെസ് ആയിട്ട് നടക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരില്ലേ, അതൊക്കെ ആ രാശിനെ റെപ്രസെന്റ് ചെയ്യും. പക്ഷെ ഇന്റലക്ച്വലിനെ റെപ്രസെന്റ് ചെയ്യുന്നതും അത് തന്നെയാണ് വായുരാശി. ജലരാശിയാണ് ഇമോഷൻ, സെൻസിറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി, ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ജലരാശിയാണ്. അതായത് ജലത്തിന്റെ ഒരു സ്വഭാവം ജലരാശിയുള്ളവർ കാണിക്കും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിക്കും. ശിവനും ഉഭയരാശിയുടെ വിഷ്ണുവാണ്. അതില് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഉഭയരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചരവും സ്ഥിരവും ചേർന്നാണല്ലോ. അപ്പൊ ചിലപ്പോ അതിലൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ചിലപ്പോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്കുന്നത് ആദ്യത്തെ 15 ഡിഗ്രി എന്ന് പറയുന്നത് സ്ഥിരരാശിയുടെ സ്വഭാവവും അവസാനത്തെ 15 ഡിഗ്രി ചരരാശിയുടെ സ്വഭാവം കാണിക്കുന്നതാണ് ഉഭയരാശി. ആദ്യത്തെ 15 സ്ഥിരരാശിയുടെ സ്വഭാവം, രണ്ടാമത്തെ 15 സ്ഥിരമായിരിക്കും. സ്ഥിരം പിന്നെ ഓരോ പറഞ്ഞ ഇതുണ്ടല്ലോ, അയാൾ പറഞ്ഞത് ചന്ദ്രരാശിയാണ് മൊത്തം. ജലമെന്ന് പറഞ്ഞാൽ സ്ഥിരം. മിഥുനമാണ് രണ്ടും കൂടി ചേർന്നത്. മിഥുനത്തിന്റെ ആദ്യത്തെ 15 അത് സ്ഥിരത്തിന്റെ സ്വഭാവം, അടുത്ത 15 സ്വഭാവം മാറിക്കൊണ്ട് ഉഭയരാശിയല്ലേ, ആളുടെ സ്വഭാവം മാറിക്കൊണ്ട്. സ്ഥിരരാശിയാണ്. ആവശ്യമാക്കി സ്ഥിരം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 4 കോണിലെ രാശി ഉഭയരാശിയായിരിക്കും. കോണിന്റെ തൊട്ട മുമ്പിലുള്ളത് ചരവായിരിക്കും. കോണിന്റെ മുമ്പിൽ ചരം, കോണിൽ ചരം. നമുക്ക് പെട്ടെന്ന് പറയാം. ഈ രാശിയുടെ ഓണർഷിപ്പ് അറിയാമോ എല്ലാവർക്കും? അറിയാമോ? രാശി നമ്മൾ പഠിച്ചിട്ടില്ല. ഓണർഷിപ്പ് പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പം ഇത് 2 ഓണർഷിപ്പ് ചോദിക്കണം. ഒന്ന് ചരരാശി, ഒന്ന് സ്ഥിരരാശിയാണ്. ഇത് 2ന്റെ ഓണർഷിപ്പ് ശുക്രനാണ്. ഒന്ന് സ്ഥിരരാശി, ഒന്ന് ചരരാശിയാണ്. അങ്ങനെ ഒരു ചരവും സ്ഥിരവുമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. 2 ശരിയാണ്. പറഞ്ഞു കൊടുക്കട്ടെ. നമ്മള് നവഗ്രഹങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ സപ്തഗ്രഹങ്ങൾ പഠിച്ചിട്ടുണ്ട്, നവഗ്രഹങ്ങൾ പഠിച്ചിട്ടുണ്ട്. രാഹു കേതുവിന് സ്വന്തമായിട്ട് വീടില്ല. ബാക്കി എല്ലാവർക്കും സ്വന്തമായി 7 പേര്. സപ്തരാശിക്ക് 7 പേർക്കും വീടില്ല. രാഹു കേതുവിന് 1ാമത്തെ വഴിക്ക് സ്വന്തമായിട്ട് വീടില്ല. ഈ ഓരോരാളുടെ സ്വന്തം വീടെന്ന് പറയാം. സ്വന്തം വീട്, സൂര്യന്റെ സ്വന്തം വീട്. ഇതാണ് സൂര്യന്റെ സ്വന്തം വീട്. സൂര്യനെ നമ്മുടെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്. രാജാവ്, അപ്പൊ രാജാവിന്റെ രാജ്യമാണ്. കർക്കിടക രാജാവ് രാജ്യം നമ്മൾ ഓർമ്മിക്കാനുള്ള എളുപ്പത്തിൽ രാജാവും രാജ്യം. അപ്പൊ രാജാവ്
അദ്ദേഹത്തിന്റെ യുവരാജാവിന്റെ ഒരു വീട് കൊടുത്തു. രാജാവിന്റെ മകൻ യുവരാജാവ് അത് അപ്പൊ ചന്ദ്രൻ റാണിയും കൊടുത്തു ഒരു വീട്. ബുധന് 2 വീടായി ഇല്ലേ? രാജാവ് രാജ്ഞിക്ക് ഒരു വീട് മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കൾക്ക് വീട് കൊടുക്കും, അങ്ങനെ വീട് കൊടുക്കും പുതിയതാണ്. അപ്പൊ രാജാവ് ഒരു വീട് കൊടുത്തു, രാജ്ഞി ഒരു വീട് കൊടുത്തു. പിന്നെ ശുക്രൻ, രാജാവുടെ ശുക്രൻ വീട് കൊടുത്തു, രാജ്ഞി അതേപോലെ തന്നെ രാജഗുരുവിനും കൊടുത്തു. ഇവർ രണ്ടുപേരും സൂര്യൻ കൊടുത്തു, അത് കണ്ട് ചന്ദ്രനും കൊടുത്തു. പിന്നെയുള്ളത് ഭൃത്യനാണ് അല്ലെങ്കിൽ ദൂതനാണ്. ദൂതനും രണ്ടുപേരും ഓരോ വീടും കൊടുത്തു. ഇതില് ഇതുണ്ടോ, ഇതിന്റെ റിഫ്ലക്ഷൻ ആണിത്. സൂര്യന്റെ പ്രകാശം കൊണ്ടാണല്ലോ ചന്ദ്രൻ പ്രകാശിക്കുന്നത്, അല്ലേ? അപ്പം ഇതിലൊരു കണ്ണാടി വെച്ചാൽ ഇത് കാണും. അതായത് ഈ സൂര്യൻ ഒരു കണ്ണാടി വെച്ചതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇതിനൊരു കണ്ണാടി വെച്ചാൽ ഇവിടെ നിങ്ങൾ ഈ കണ്ണാടിയിൽ ബാക്കി എന്ത് കാണും? അത് തന്നെയാണ് ഈ കാണുന്നത്. ഇതിലല്ലേ നേരെ ഓപ്പോസിറ്റ്. ഒന്നുമില്ല, ഇത് സൂര്യനാണല്ലോ ശരിക്കും പ്രകാശമുള്ളത്. ആ സൂര്യൻ ചന്ദ്രനല്ലല്ലോ പ്രകാശമുള്ളത്. അപ്പൊ സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ റിഫ്ലക്ഷൻ ആണോ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഭാഗത്ത് എന്ത് റിഫ്ലക്ട് ചെയ്യുന്നു അത് തന്നെയാണ് ഒരു കണ്ണാടി വെച്ച പോലെ ഇപ്പുറത്ത് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കാണുന്നത് തന്നെ ഇവിടെ കാണുന്നേ ഉള്ളൂ. അതും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സൂര്യന്റെ അടുത്തുള്ളത് ഏതാണ്? അടുത്തുള്ള ഗ്രഹം ഇത് ശരിക്കും അറിയാലോ. നമ്മള് ഭൂമിക്ക് പകരം മാറ്റിയിട്ട് കൊടുത്താണെന്ന് അറിയാലോ. സൂര്യനാ, സൂര്യന്റെ ചുറ്റുമാണല്ലോ കറങ്ങുന്നത്, ഭൂമിക്ക് ചുറ്റും അല്ലല്ലോ. അല്ല, അപ്പൊ നമുക്ക് സൂര്യനെയും ഭൂമിനെ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും മാറ്റി അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, സൂര്യന്റെ അടുത്തുള്ള ഗ്രഹം ഏതാ? ബുധനാണോ? സംശയമില്ലല്ലോ, 2 ബുധനാണ്. അതിനുശേഷമുള്ളതോ ശുക്രനല്ലേ? അതിനുശേഷമുള്ളതോ ചൊവ്വയാണ്. അതിനുശേഷമാണ് വ്യാഴം വേണം. ഏറ്റവും ദൂരത്തുള്ളതാരാ? ശനി. തീർന്നു. ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. സോളാർ സിസ്റ്റത്തിനനുസരിച്ചാണല്ലോ. സോളാർ സിസ്റ്റത്തിനനുസരിച്ച് എഴുതിയെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇത് കണ്ടോ? മകനാണ് ശത്രുവാണ്. ആ ശരിയാണ്. സൂര്യന്റെ ശത്രുക്കളാണ്. സൂര്യപുത്രൻ ഉണ്ടാവുന്നത് ശരിയുടെ പറയുന്നത് സൂര്യപുത്രൻ. അച്ഛനും പോലെ ശത്രുവാണ്. അച്ഛനും പോലെ ശത്രുവായിക്കോട്ടെ. സൂര്യപുത്രനാണ് ശരിക്ക് പറയുന്നത്. പക്ഷെ സൂര്യന്റെ ശത്രുവാണ് ശനി. അതുകൊണ്ടാണ് സൂര്യൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ ശനി ഒരു കാരണവശാലും ഇവിടെ വന്ന് സൂര്യന് അടുത്തേക്ക് തൊടാൻ പാടില്ല. അതിനാണ് വ്യാഴത്തിന് 2 നല്ല പറഞ്ഞത്. വ്യാഴത്തിന് അത് പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ സൂര്യൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് ശുക്രൻ ശുക്രമണി മാൾപ്പാറയും ആയിരുന്നു. അല്ലെങ്കിൽ യുവരാജാവ് കാരണം എന്താ ഞാൻ സൂര്യപുത്രനാണെങ്കിൽ സൂര്യന് കാഫിയിലുണ്ടായ പുത്രനാണ് ശരി. അത് ഒരിക്കലും ഈ രവിയുടെ കുളത്തിൽ ശനി ജാതകത്തിന് ശനിയെ സൂര്യൻ ഒന്നിച്ച് നിർത്തുമെന്ന് വിചാരിക്കാം. ഉണ്ടോ? തീർച്ചയായും. അപ്പൊ ആ രാശിയുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഭയങ്കര പ്രശ്നമായി. അവർ തമ്മിൽ അടിയാണ്. വ്യക്തിയുടെ പക്ഷെ അത് പൊളിറ്റിക്സിൽ ഇട്ടാണ്ടല്ലോ. പബ്ലിക്കിന് തമ്മിൽ ശനിയെ പൊളിറ്റിക്സ് ഇട്ടാന്നല്ല, ഉഷാറാവും. അനുയായികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. വേറൊരു ഡൗട്ട് ചോദിച്ചാൽ, ഈ നമ്മൾ ഈ ജാതകം ഇങ്ങനെ കാണുമ്പോഴേ ഇപ്പൊ നമ്മള് ഈ കോളത്തിൽ ഓരോരുത്തരെ ഓരോ ഗ്രഹങ്ങളെ വെച്ചിട്ടുണ്ട്. വെളിയിൽ കാണുന്നുണ്ട് ചില ഗ്രഹങ്ങൾ. അതെന്താണ് സംഭവം? അത് നവാംശത്തിന്റെ അതാണോ? നവാംശമാണ്. അതിനാണ് ചരം സ്ഥിരം പഠിക്കണമെന്ന് പറയുന്നത്. നവാംശ അങ്ങനെ കാൽക്കുലേഷൻ വേണമെങ്കിൽ നമ്മൾ ചരം സ്ഥിരം പഠിക്കണം. നവാംശമാണ് നമ്മള് സെപ്പറേറ്റ് കോളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അധികമുണ്ട്. ദശാംശമുണ്ട്, ഷോർട്ടാംശമുണ്ട്, ഉച്ചാംശമുണ്ട്. 30,000 വായിക്കുന്നത്. ഇനി ഇപ്പൊ ഇത് സൂര്യന്റെ രാശികളും ഇത് ചന്ദ്രന്റെ രാശികളാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ദിനരാശികൾ നോക്കാം. ദിനരാശികൾ പകൽ ബലമുള്ള രാശികൾ. ഓക്കെ, ഇത് പകൽ ബലമുള്ള രാശിയാണ്, ദിനരാശിയാണ്. ഇതും ദിനരാശിയാണ്, ഇതും ദിനരാശിയാണ്, ഇതും ദിനരാശിയാണ്. പിന്നെ ദിനരാശി വരുന്നത് ഇതും ഇതുമാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ഇത്രയും ദിനരാശികളാണ്
പിന്നെ വരുന്നത് കുംഭവും മീനവും. ഇത് ദിനരാശികളാണെങ്കിൽ നിശാരാശികൾ, രാത്രി ബലമുള്ള രാശികൾ ഏതായിരിക്കും? ഇതിന്റെ നേരെ ബാക്കിയുള്ള രാശികൾ. ഒരാൾ ദിനരാശി പകല് ജനിക്കുകയാണെങ്കിൽ ഈ ദിനരാശി ജനിക്കുകയാണ് നല്ലതാണ്. രാത്രി ജനിക്കുകയാണെങ്കിൽ രാത്രി. ചിലപ്പോ ഇവിടെ ഒരു ഗുരു കൊടുത്തിട്ടുണ്ടല്ലോ താഴത്ത്, അന്നത് ഗുരുരാശി വരാത്ത ഈ താഴത്തുള്ളത് ഗുരുവല്ലേ? അല്ലല്ല, ഇവിടെ ഇവിടെ സാറിപ്പോ എഴുതിയ ലാസ്റ്റ് ഇതാ ആ ഇത് നിശാരാശിയാ. അല്ല, അത് ഗുരുവല്ലേ ഇപ്പൊ? അതെ, ഇവിടെ ഗുരു ദിനരാശി കൊടുത്തിട്ടുണ്ട്. ഇത് ഗുരു രാത്രിയിലുള്ളത്. അങ്ങനെ രാത്രിയിലുള്ളതെന്നല്ല ഇതിന്റെ ഈ ക്ലാസിഫിക്കേഷൻ സാക്ഷാൽ പരാശരനോട് തന്നെ ചോദിക്കണം നമ്മൾ. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കൊടുക്കണം. അത് ഈ മഹർഷിമാരുടെ പ്രത്യേകത എന്നറിയോ, ഇവരിങ്ങനെ പറഞ്ഞു വെച്ച് കളയും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ നേരെ 7 8 എണ്ണം കൊണ്ടിട്ടായിരിക്കും അതിന്റെ ബലം കൂടുന്ന കൊണ്ടിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കാം. ഇത് കണ്ടു, ഇത് ഇവിടുന്ന് ഇവിടം വരെ ദിനരാശികളാണ്. പിന്നെ ഈ 2 രാശികളാണ് ദിനരാശികൾ. ഓപ്പോസിറ്റ് ബലം കൊണ്ടിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ സൂര്യന്റെ നേരെ 7-ലാണല്ലോ ഇങ്ങനെ 7 8 വരുന്നതാണ്. 7 8 അതായിരിക്കാം. അതായിരിക്കാം. ഇതിപ്പോ 6-ലെത്തിയല്ലോ. അതെ, 4 വരെ ഇവിടെ ബലം കൊടുത്തു. 6-ൽ മറഞ്ഞു ആണല്ലോ. 4 ബലം കൊടുത്തു. 4 വരെ സ്ഥിരം മതി. പരാശര മഹർഷിനോട് തന്നെ ഞാൻ നോക്കി. പക്ഷെ പരാശര മഹർഷി ഇതിനെ കുറിച്ച് ഇവര് ഋഷിമാരുടെ പ്രത്യേകത, ഇവര് കാര്യം പറഞ്ഞു വെച്ചിട്ടേ ഇതിന്റെ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന് അവർ പറയില്ല. അതിപ്പോ നമുക്കുള്ള പണിയാ. നമ്മളാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരവാദിത്വം അവര് പറഞ്ഞു പോകുള്ളൂ. അങ്ങനെയാണ് അവർ. ഇതിങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പൊ നിശാരാശികളാണ് ഒരാൾ രാവിലെ ജനിക്കുന്നത്. അതായത് നിശാരാശികളാണ് ജനിക്കുന്ന ഒരാള്. നിശാരാശികളല്ല, ദിനരാശികൾ ഒരാൾ ജനിക്കുന്നു. അത് പകലുമാണ്. അതായത് നമ്മുടെ ലഗ്നം, നിങ്ങളുടെ ലഗ്നം, നിങ്ങൾ ജനിച്ചത് കന്നിയിലാണ്, പകലുമാണ് ജനിച്ചെങ്കിൽ ബലം ഉണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും ദിനരാശികളാണ്. ഇത് 2 ദിനരാശികളാണ്. ഇത്രയും നിശാരാശികളാണ്. ഇത് 2 രാത്രി ജനിക്കുന്ന ഓക്കെ. അപ്പൊ ലഗ്നത്തിനാണ് ബലം. ലഗ്നത്തിന് ബലം വരും. അതെ, ലഗ്നത്തിന് ബലം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ജനിച്ചാൽ ദീർഘായുസായി ജനിക്കും. ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ മാത്രമേ ദീർഘായുസുണ്ടാവും. 8ാമത്തെ രാശിക്ക് ബലം കൂടുതലാണെങ്കിൽ അതാണ് നമ്മൾ അന്ന് സാറിന്റെ കേസിൽ നമ്മൾ കണ്ടത്. 8ാം ഭാവാധിപൻ ബലം കൂടുതൽ, ലഗ്നാധിപൻ ബലം കുറവ്. ലഗ്നാധിപൻ പറഞ്ഞാൽ ലഗ്നം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ രാശിയുടെ അധിപനാണ് ശുക്രൻ. ലഗ്നാധിപൻ പറഞ്ഞാൽ ശുക്രനാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ലഗ്നാധിപൻ പറഞ്ഞാൽ ബുധനാണ്. ആ വീട്ടിന്റെ ഉടമ ആരാണോ അതാണ് ലഗ്നാധിപൻ. ഇപ്പൊ ലഗ്നത്തിന് ബലം ഉണ്ടാവുക. ബലമൊക്കെ നമ്മൾ പഠിക്കാൻ പോണേ. ലഗ്നത്തിന് ബലമുണ്ട്. 8ാമത്തെ രാശിക്ക് ബലം. 2 ആയുസ്. ലഗ്നത്തിന് ബലം കൂടുതലും വീട്ടിന് ബലം കുറവാണെങ്കിൽ ദീർഘായുസ്. ലഗ്നത്തിന് ബലം കുറവും 8ാമത്തിന് ബലം കൂടുതലാണെങ്കിൽ അല്പായുസ്. നാളെ സാറിന്റെ കേസ് നമ്മൾ യാതൊരു അടുത്ത് നോക്കൂടെ. ഇനി ശീർഷോദയ രാശികളും പൃഷ്ഠോദയ രാശികളും ഉണ്ട്. ഓക്കെ, ശീർഷോദയ രാശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകൊണ്ട് ഉദിക്കുന്ന രാശികൾ. അതായത് നമ്മൾ കാണുമ്പോൾ ആ രാശിയുടെ തലഭാഗം ആണ് കാണുന്നത്. പൃഷ്ഠോദയ രാശികൾ എന്ന് പറഞ്ഞാൽ പിൻഭാഗമുണ്ട്, വാല് കൊണ്ട് ഉദിക്കുന്ന രാശികൾ എന്ന് പറയാം. ശീർഷോദയ രാശികൾ ഇതൊക്കെയാണ്. അത് ചിങ്ങം, ചെറിയ വ്യത്യാസമുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മിഥുനം, കുംഭം. ഇതാണ് ശീർഷോദയ രാശികൾ. ഈ രാശികളുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ദശാപഹാര കാലത്ത് ഈ രാശികളുടെ ആദ്യത്തെ പകുതിയിലാണ് ഫലം തരുന്നതെന്നാ പറയണം. ദശയൊക്കെ നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പറയുന്നേ ഉള്ളൂ. എഴുതി വെച്ചാ പിന്നെ ഉപകാരപ്പെടും. ശീർഷോദയവും പൃഷ്ഠോദയവും. തല ആദ്യം വരുന്ന രാശികൾ, പിൻഭാഗം ആദ്യം വരുന്ന രാശികൾ. ബാക്കിയെല്ലാം അല്ല. അതാണ് വ്യത്യാസം. മീനങ്ങളുണ്ടോ? മീനെന്ന് വെച്ചാൽ വാല് കടിക്കുന്ന മത്സ്യങ്ങളല്ലേ. അപ്പൊ ഇത് എങ്ങനെ ഉദിച്ചാലും വാലും തലയും വരൂ. അപ്പൊ ശീർഷോദയല്ല, പൃഷ്ഠോദയല്ല, അത്
ഉപയോദയമാണ്. ഉപയോഗം രണ്ടും തലയും പാലും. ഉപയോദയമാണ് കേട്ടോ. ഉപയോദയ രാശികളാണ്. ഏത്? മീനം മാത്രം. മീനൻ രാശിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് പറയട്ടെ. മീനൻ രാശിക്ക് ഒരു പ്രത്യേകത എങ്ങനെയാണ്? അടയാളം എന്താ? മീനൻ രാശിയുടെ അടയാളം എന്താ? രണ്ട് മത്സ്യങ്ങൾ തലതിരിച്ച് വെക്കാം. ഈ മത്സ്യത്തിന് പിടിച്ചാൽ കിട്ടും. മീനൻ രാശിയിൽ ജനിക്കുന്ന ആള് ലഗ്നത്തിൽ മീന ലഗ്നം അല്ലെങ്കിൽ മീനം കൂടുതൽ ജനിക്കുന്ന ആള് നമ്മുടെ ഏത് പ്രശ്നത്തിലും ആളുണ്ടാവും. പക്ഷെ താഴെ വരുന്നവരാളും കോളേജിൽ ഒരു അടി ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളെ ആ പോലീസ് വരുമ്പോൾ ആൾ പറഞ്ഞു പാവ് നോക്കിയിരുന്നിട്ട് ആൾ വരും ഇങ്ങനെ മനസ്സിൽ എന്താണെന്ന് പറയുന്നത്. ഏത് വേഷവും കിട്ടാനും പ്രധാനപ്പെട്ട നടന്മാരൊക്കെ ഏത് വേഷവും കിട്ടാൻ പറ്റും. മീനത്തിൽ എത്ര സ്വഭാവം 70 സ്വഭാവം ഇത് പ്രധാനമായിട്ട് നമ്മുടെ പ്രശസ്തനായ സിനിമ മോഹൻലാൽ ജയവരി ശുക്രൻ ഉച്ചത്തിലാവുന്നത് ശുക്രനക്ഷത്രത്തിലാണ്. ശുക്രനൊരു പ്രത്യേകത ഉണ്ട്. ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക സുഖം, പിന്നെ നമ്മുടെ രവി സ്ത്രീകളുമായിട്ട് വന്നാൽ പുരുഷനായിട്ട് വന്നാൽ ഇതൊക്കെ വളരെ പുരുഷനാണ്. ഭൗതിക സുഖങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ശുക്രനാണ്. ആത്മീയ സുഖം മുഴുവൻ കൊടുക്കുന്നത് വ്യാഴം. അപ്പം ഭൗതിക ശുക്രപുരുഷനായി നിൽക്കുക ഒരാൾ മീനൻ രാജ്യത്തിൽ ജനിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് വളർന്നിട്ട് താല്പര്യമാണ്. കാരണം അറിയപ്പെടുന്ന ഒരാളാണ്. ഭൗതിക എന്താ ഒരു നിലപാട് താല്പര്യമാവുന്നത് ലോകം മുഴുവൻ അറിയുന്ന മീനൻ രാജ്യക്കാർക്ക് പ്രത്യേകത. പിന്നെ മേടൻ രാജ്യക്കാർക്ക് പ്രത്യേകത ഇവിടെ തലയെടുക്കുന്ന ആളുകൾ ഒന്നും പഴകി പോകുന്നില്ല. അങ്ങനെ ചുവടെ കണ്ടോളാം അല്ലേ? ചുവന്നറിയ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടി അല്ലേ? മീനൻ രാജ്യക്കാരൻ എന്ത് ചെയ്താലും കിട്ടും. ആറ് ദേശം മാറി ആറ് കിട്ടും. ഓരോ രാജ്യയുടെ സ്വഭാവങ്ങളും അത് കൃത്യമായിട്ട് ഇന്ന രാജ്യത്തിൽ ജനിച്ചാലാണ് അവരുടെ സ്വഭാവം. ഇവിടല്ല പട്ടിക ജാതകം കണ്ടാൽ എങ്ങനെ കാണണമെന്ന് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളൊരു കഷ്ടം പറഞ്ഞാൽ നമ്മൾ പറയട്ടെ. നമ്മൾ പറയണമെന്ന് അവർ കഴിക്കാം. അവരുടെ കാര്യം കൂടുതലും പല കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റണമെങ്കിൽ അല്ല, അങ്ങനെയല്ല, പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ശീർഷോദയ രാശിയാണെങ്കിൽ ആദ്യത്തെ ദശാകാലത്തിന്റെ ആദ്യത്തെ പകുതി. അതെ, ശീർഷോദയ രാശികളാണെങ്കിൽ ആ രാശിയിലുള്ള ഗ്രഹമില്ലേ, അതിന്റെ ദശാകാലത്തില് അതിന്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും ഫലം കൂടുതൽ കിട്ടുക. അതേസമയം പൃഷ്ഠോദയ രാശികളാണെങ്കിൽ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശാകാലത്തില് അവസാനത്തെ പകുതിയിലായിരിക്കും കൂടുതൽ എഫക്ട് കിട്ടുക. ഇത് പറയില്ല, ദശയുടെ അപഹാരകാലം. ദശാകാലം ഞാൻ പറയാം. ദശാകാലം അത് സെയിം ആണോ രണ്ടും? അപഹാരം എന്ന് പറയില്ലേ? മഹാദശ, അന്തർദശ. അപ്പൊ ഈ ദശാസന്ധി എന്ന് പറയുന്നത് അത് തന്നെയാണോ? അല്ല, അത് വേറെ വേറെയാണോ? രണ്ട് ദശകൾ തമ്മിൽ ചേരുന്നുള്ള ആ സംഗതി. ഏത് ശീർഷോദയാണെങ്കിൽ കൃഷ്ണോദയാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും? രണ്ടാമത്തെ പകുതി. ഈ രാശി ചക്രത്തില് ദിക്കുകളുണ്ട് കേട്ടോ. അതായത് രാശി ചക്രത്തില് ഈ രാശികൾ എവിടെയാണ് നിൽക്കുന്നത്? രാശി സൂചിപ്പിക്കുന്ന ദിക്കല്ല പറയുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചു, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. രാശി ചക്രത്തില് കിഴക്കൻ രാശികൾ എന്ന് പറഞ്ഞാൽ കിഴക്കുള്ള രാശികൾ ഏതൊക്കെയാ? ഇത് രണ്ടുമാണ് രാശി ചക്രത്തിലെ. ഇതോ, അതായത് ഇത് രണ്ടും കിഴക്ക് വരും അല്ലെ? ശരിയല്ലേ? ഒന്നുമില്ല, ഇത് കിഴക്ക്, ഇതേതാ തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക് ആണല്ലോ. ഇത് രണ്ടും കിഴക്ക്. ഓക്കെ, അപ്പൊ ഇതോ മൂല, തെക്ക്, കിഴക്ക്. ഇത് രണ്ടോ തെക്ക്. അപ്പൊ ഇതോ തെക്ക്, പടിഞ്ഞാറ്. ഇത് രണ്ടും പടിഞ്ഞാറ്. ഇത് വടക്ക്, പടിഞ്ഞാറ്. ഇത് രണ്ടും വടക്ക്, ഇത് വടക്ക്. ഇതാണ് ഈശാന കോൺ.
നമ്മളിപ്പോൾ ഒരാൾ വീട് വെക്കുന്ന സമയത്ത് ചോദിക്കും കിഴക്കോട്ട് കയറ്റിയ വീട് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ് നല്ലത്, ടുവേർഡ്സ് സൗത്ത് നല്ല, ടുവേർഡ്സ് നോർത്ത് ഓക്കെയാണ്, വെസ്റ്റ് ഓക്കെയാണ്, ഇത്തിരി കുഴപ്പമില്ല. സൗത്തിലുള്ള നമ്മൾ പൊരുത്തക്കാരുടെ സൗത്തിലേക്കുള്ള വീട് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവരപ്പോഴത്തേക്കും വാതിലും കിഴക്കോട്ടാക്കും. പിന്നെ വീട്ടിൽ കിണർ കുടിക്കുക, വലിയ കിണർ കുടിക്കുക. അത് ആക്ച്വലി ജലരാശി പറയില്ല, ജലരാശി വടക്ക് കിഴക്ക് ഭാഗം. വടക്കിഴക്ക് ഭാഗമാണ്. ജലരാശിയിലാണ് ഇപ്പൊ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാവുന്നതാണ്. അല്ല അതിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ വായുവാണ്. അവിടെ വെക്കാൻ പാടില്ല. ലക്ഷ്മി അഗ്നി കൊണ്ടും വെക്കാൻ പാടില്ല. നികുതി അണഞ്ഞു ഓപ്പോസിറ്റ് അല്ലേ. വടക്ക് കിഴക്ക് അതിന്റെ ഏതിതാ വടക്ക് കിഴക്കിന് ഈശാനമാണ്. അത് നീ കൊടുക്കും. കാരണം ഇത് ഒരു ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ, കിണർ കുടിക്കാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. കിണർ കുഴിക്കാന്ന് പറഞ്ഞാല് രാശിയെ കുടിക്കാം, വടക്ക് ഇവിടെ കുടിക്കാം, ഇവിടെ കുടിക്കാം. അത്രേ ഉള്ളൂ. ഈ രാശിയിലാണ് വളർച്ച ഏറ്റവും നല്ലത്. മുമ്പത്തിന്റെ പകുതി തീരത്തോടെടുത്ത് പിന്നെ ഇതുകൊണ്ടല്ലോ സെപ്റ്റി ടാങ്ക് കിട്ടുന്നത്. ഈ തങ്ങ് തെക്ക് ഭാഗത്താണോ പടിഞ്ഞാറ് ഭാഗത്താണോ വടക്ക് കിഴക്കാണോ കുടിവെള്ളത്തിന് വടക്ക് കിഴക്ക്. അതാണ് വാസ്തു കൂടിയാണ് വാസ്തു കൂടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇത് വേറെ പിന്നെ അങ്ങനെ പോകേ. ഈ സൈഡ് അത് വരുമ്പോ നമ്മൾ ഓരോന്നിനും റെപ്രസെന്റ് ചെയ്യും. ഈ മൂല ഇതാ ഇത് നിറുതി, അതായത് എന്താ കന്നിമൂല. മലയാളത്തിൽ കന്നിമൂല അങ്ങനെ കേട്ടി കന്നിമൂലക്ക് കിണറും കുഴിക്കാൻ പാടില്ല. അവിടെ മരങ്ങളും വെക്കാൻ പാടില്ല. വലിയ മരങ്ങളല്ല, ഉയർന്ന മരങ്ങൾ, എസ്പെഷ്യലി പാലുള്ള മരങ്ങൾ. അല്ല ഞാനിപ്പം വാടക താമസിക്കുന്ന അവിടെ ഞാനൊരു പ്ലാവ് വെച്ചു. അവിടെ തളിച്ചു പറഞ്ഞാൽ അവിടെ വെക്കാൻ പാടില്ല. നല്ലല്ലേ കുടികൾക്കാണ് ആ ഈശാനം പ്ലാവ് വെക്കാല്ല പ്ലാവും. ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റിയായിട്ടില്ല, ചെറിയ ഒരുപാട് വളരാത്ത ചെടികളുണ്ട്. തെക്ക് പടിഞ്ഞാറ് വന്ന ഭാഗത്ത് പുളി, മാവ്, പ്ലാവ്. തെക്ക് പടിഞ്ഞാറ് വയരം കൂടുതലുള്ള മരം, വടക്ക് കിഴക്ക് അങ്ങനെ വാസ്തു വാസ്തു കാലവൃക്ഷം, കാലവൃക്ഷം ഈ ഭാഗം ഉയരം കുറഞ്ഞും ആഴം കൂടിയും, ഈ ഭാഗം ഉയരം കൂടിയും ഭാരം കൂടിയും. ഈ ഭാഗത്ത് ബ്ലോക്കേജ് എപ്പോഴും വേണം, ഈ ഭാഗത്ത് ഓപ്പൺ വരിക. അതിൽ നല്ല എനർജി വരും. വടക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെ നല്ല എനർജി പുറത്തു പോകാൻ പാടില്ല, ചീത്ത എനർജി ആവുന്നത്. തെക്ക് പടിഞ്ഞാറ് ഉയരം കൂടുതൽ ഇവിടുന്ന് വരുന്ന പ്രാണനെ നോർത്ത് ഈസ്റ്റ് പോകണം, ഈശാന പോണെന്ന് വരുന്ന പ്രാണനെ സഞ്ചരിച്ചിട്ട് ഈ ഭാഗത്ത് കൂടി പുറത്തോട്ടൊക്കെ പോകാൻ പാടില്ല. കന്നിമൂല കൂടെ പുറത്തോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് കന്നിമൂല ബ്ലോക്ക് ആയിരിക്കണം എന്ന് പറയണം. പകരം ഇത് ഇതിനുള്ളിൽ തന്നെ സർക്കിൾ ചെയ്യണം. അതിന് കിട്ടുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഗേറ്റ് കൊണ്ട് വെക്കാൻ പാടില്ല. ഓപ്പൺ ആവാൻ പാടില്ല. ഓപ്പൺ ഇവിടെ ഈ ഭാഗത്ത് ഗേറ്റ് വെക്കാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തീരെ വെക്കാൻ പാടില്ല. അത് വീട്ടിനകത്തേക്ക് കൂടുതൽ പോകുന്നത് വീട്ടിൽ കയറി തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പുറത്തു പോയാൽ മതി. വേറെ ചില വീട്ടിൽ കയറി പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ചില സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ. വീട് വെക്കുന്ന ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അത് കരുതട്ടെ, പ്രാരംഭമായിട്ട് പറഞ്ഞത് മാത്രമേ. ഈ പുളിയുടെ ഞാൻ കേട്ടിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞില്ലേ കന്നിമൂലല്ലോ, അത് പുളി ഉണ്ടെങ്കിൽ വീടിനേക്കാളും പൊക്കത്തിൽ വന്നു കഴിയുമ്പോൾ ആ വീട് ഇടിച്ചു കൊടുത്ത് പുതിയ വീടുണ്ടാക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും.
പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കാലം കഴിഞ്ഞാലും പോയില്ല നമുക്ക് പറ്റില്ല ഒടിവ് പോലും ഇല്ല ഒരു കൊമ്പ് പോലും ഒടിവില്ല ആ, ഇല്ല. ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പറഞ്ഞു. ഈ രാശികൾക്ക് അത് നമ്മുടെ ടെക്സ്റ്റിൽ എല്ലാം ഉണ്ടാവില്ല, അവിടെ എഴുതിക്കോ. രാശികൾക്ക് വർണ്ണങ്ങളുണ്ട്. വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 വർണ്ണങ്ങളുണ്ടല്ലോ: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൽ ഈ ജലരാശികളെല്ലാം ബ്രാഹ്മണ രാശികളാണ്. അതായത് വൃശ്ചികം, കർക്കിടകം, മിഥുനമൊക്കെ. മിഥുനമല്ല, ക്യാൻസർ എന്താ പറയുക, കർക്കിടകം, വൃശ്ചികം, മീനം ജലരാശികൾ. ജലരാശികളെല്ലാം ബ്രാഹ്മണ രാശികളാണ്. കർക്കിടകം, വൃശ്ചികം, മീനം ജലരാശികളാണ്. അത് ബ്രാഹ്മണ രാശികളാകും. ക്ഷത്രിയ രാശികളുണ്ട്. ക്ഷത്രിയ രാശികൾ ഏതായിരിക്കും? മേടം, ചിങ്ങം, ധനു. അതായത് അഗ്നിയെ റെപ്രസെന്റ് ചെയ്യുന്ന രാശികൾ. ആഗ്നേയ രാശികളെല്ലാം ക്ഷത്രിയ രാശികളാണ്. ആ രാശികളുടെ സ്വഭാവം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് വൈശ്യ രാശികളാണ്. വൈശ്യ സ്വഭാവമുള്ള രാശികൾ. അത് ഇടവം, കന്നി, മകരം. അതേ സ്ഥിരരാശികൾ. ബിസിനസ്സിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം. വൈശ്യരാശികൾ. വൈശ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, കച്ചവടവും മറ്റും കാര്യങ്ങളൊക്കെ. ശൂദ്രരാശികളുണ്ട്. അത് മിഥുനം, തുലാം, കുംഭം. ഇനി രാശികൾക്ക് ദോഷം ഉണ്ട്. ദോഷം 3 ത്രിദോഷങ്ങളാണ് നമുക്ക് ആയുർവേദത്തിൽ പറയുന്നത്: പിത്തം, വാതം, കഫം. പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയും ജലവും കൂടിയ ഒരു ഫോമാണ്. ഓക്കെ. വാതം എന്ന് പറയുന്നത് അറിയാലോ, വായുവാണ്. വായുവും ആകാശവും കൂടിയതാണ്. കഫം എന്ന് പറയുന്നത് ജലവും ഭൂമിതത്വവും കൂടിയതാണ് കഫം എന്ന് പറയുന്നത്. അപ്പൊ ഈ രാശികൾക്ക് നമ്മൾ ഈ ദോഷം അനുസരിച്ച് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്നി, ജലം എന്ന് പറയുന്നത് പിത്തം, വായു, ആകാശം, വാതം. അടുത്തത് കഫം, കഫം ഭൂമിയും ജലവും. ഒന്ന്, 5, 9 പിത്തം. പിത്തമുള്ള രാശികൾ: മേടം, ചിങ്ങം, ധനു. 3 ആഗ്നേയ രാശികളാണ്. പിത്തപ്രകൃതമുള്ള രാശികൾ. ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താ? ഒന്നിനെ മറ്റൊന്നാക്കാനുള്ള കഴിവ് അതിനുണ്ട്. ആഗ്നേയ രാശികൾക്ക് അഗ്നിക്കാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിയുക. അതായത് ഒരു സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കത്തി കരിച്ച് ഭസ്മമാക്കി തരും. ഒന്നിനെ മറ്റൊന്നാക്കാനുള്ള കഴിവ്, ട്രാൻസ്ഫോർമേഷൻ. അതായത് ഡൈജഷൻ ഒക്കെ നടക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നിനെ മറ്റൊന്നാക്കുന്നത്? അത് ഈ പറഞ്ഞ പിത്തത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആഗ്നേയ രാശിയുടെ പ്രത്യേകതയാണ്. ദഹനം നടക്കണം. ഇടവം, കന്നി, മകരം. ഇതാണ് വാദം, വാദരാശികൾ. ഇടവം, കന്നി, മകരം. ഇതാണ് വാദപ്രകൃതമുള്ളത്. അതിന്റെ പ്രത്യേകത എന്താ? ഈ അകത്തേക്കും പുറത്തേക്കും ഉള്ളത് ഒരേപോലെ റെപ്രസെന്റ് ചെയ്യുന്നത് വാദപ്രകൃതം. ശ്വാസമൊക്കെ റെപ്രസെന്റ് ചെയ്യില്ലേ, അതൊക്കെ അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇടവും, കന്നി, മകരം. കർക്കിടകം, വൃശ്ചികം, മീനം. ഇതാണ് കഫപ്രകൃതം. കർക്കിടകം, വൃശ്ചികം, മീനം. ഒരു ഈ രാജ്യയുടെ ലഗ്നമായിട്ടോ പൂർവ്വമായിട്ടോ വന്നാൽ ഈ രോഗം വരാനുള്ള അതെ ഈ രാജ്യയുടെ ലഗ്നമായിട്ട് ലഗ്നത്തെ ശരിക്കും പറയും കൂടുതൽ ചന്ദ്രൻ വരാൻ അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ രോഗങ്ങൾ വരാനുള്ള ഈ കഫപ്രകൃതമാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. ഈ എല്ലുകൾ, മസിലുകൾ, കൊഴുപ്പ്, ഫാറ്റൊക്കെ, അതൊക്കെ ഈ കഫപ്രകൃതത്തിന്റെ പ്രത്യേകതയാണ്. കർക്കിടകവും, വൃശ്ചികവും, മീന രാശികളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മിഥുനം, തുലാം, കുംഭം. ഇവ ധാതു മിശ്രിതമാണ്. അതായത് 3
തത്വവും ഒരേപോലെയുള്ള രാശികളാണ് മിഥുനവും തുലാവും കുംഭവും. രാശികൾക്ക് ഗുണങ്ങളും കൂടിയുണ്ട്. അത് നമ്മുടെ ഇതിലുണ്ടാവില്ല, അത് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ. അതായത് സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഗുണങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും അറിയാലോ, സാത്വികമുണ്ട്, രാജസികമുണ്ട്, താമസികമുണ്ട്. സാത്വികമായിട്ടുള്ള രാശികൾ, സാത്വികം അതായത് പ്യൂരിറ്റി, രാജസികം അതായത് എനർജി, താമസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക്നെസ്. രാജസികവും താമസികവും സാത്വികമായ ഗുണങ്ങൾ. താമസികവും ഇതിൽ ഈ സാത്വികവും രാജസികവും ചിലർക്ക് കൺഫ്യൂസ്ഡ് ആവാം കേട്ടോ. അതായത് പറഞ്ഞാൽ ഇപ്പൊ ഒരു സന്യാസി ഉണ്ടെന്ന് വിചാരിക്കുക, അയാളുടെ അടുത്ത് ഒരു കള്ളം വന്ന് അയാളെ മോഷ്ടിച്ചു. അപ്പൊ കള്ളന്റെ ഗുണം എന്താ? അതില് താമസികമാണ്, നമുക്കറിയാലോ. ഒരു രാജാവ് ഇതറിഞ്ഞു, രാജാവ് ആ കള്ളനെ പിടിച്ചു, ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവിടെ രാജാവിന്റെ ഗുണം എന്താ? അതാണ് അവിടുത്തെ കൺഫ്യൂഷൻ. ആരെ സാത്വികം പറഞ്ഞത്? ശരിയാണ്, സാത്വികമാണ് അവിടുത്തെ ഗുണം. നമ്മൾ പലപ്പോഴും ഇതായി പോകും, എന്താ അത് രാജസികമാണെന്ന് വിചാരിക്കും. ഈ രാജാവ് കള്ളനെ പിടിച്ച് ഈ മുനിയുടെ അടുത്ത് കൊണ്ടുവന്നു, അയാൾ കള്ളനെ വിട്ട് കളയാൻ പറഞ്ഞു, പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അത് സാത്വികം. പക്ഷെ രാജാവ് കള്ളനാണ്, ശിക്ഷിച്ചേ മതിയാവും എന്ന് പറഞ്ഞാൽ അവനെ തൂക്കിലേറ്റി. അതെന്താ? അത് രാജസികം. ശ്രീരാമൻ സാത്വികനാണ് രാജസികനാണ്? സാത്വികനാണ്, രാജസികനല്ല. പക്ഷേ ശ്രീരാമന്റെ ആക്ടിവിറ്റി മുഴുവൻ നമുക്ക് രാജസികമായിട്ട് തോന്നും. ആ രണ്ട് ഗുണങ്ങൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് പറഞ്ഞു. അതില് സാത്വികമായ രാശികള് കർക്കിടകം, ചിങ്ങം, ധനു, മീനം. സാത്വിക രാശികൾ കർക്കിടകം, ചിങ്ങം, ധനു, മീനം. എന്റെ ശ്രീരാമന്റെ ചാർട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല ഞാൻ ആദ്യം. ഇത് ശ്രീരാമന്റെ ചാർട്ട്. ശുക്രൻ ഉച്ചത്തില്, സൂര്യൻ ഉച്ചത്തില്, ചന്ദ്രൻ സ്വഗ്രഹത്തില്, വ്യാഴ ഉച്ചത്തില്, ശനി ഉച്ചത്തില്, ചൊവ്വ ഉച്ചത്തില്. ശ്രീരാമന്റെ ചാർട്ട. എല്ലാ ഉച്ചത്തിലായതുകൊണ്ട് അയാൾ കാട്ടിൽ പോയി കിടന്നു, ഭാര്യയും. അതാണ് ഉച്ചത്തിലുള്ള ഗ്രഹങ്ങൾ ഗുണം തരുന്നു ആരും വിചാരിക്കരുത് കേട്ടോ. ചിലപ്പോൾ പണിയായിരിക്കും കൂടുതൽ. ധാർമ്മികനായിട്ട് ജീവിക്കാൻ പറ്റും. ജീവിതത്തിൽ ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജ്യോതിഷം പഠിച്ചു തുടങ്ങിയ കാലത്ത് ഇങ്ങനെ ചാർട്ട് നോക്കിയിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ സന്തോഷിച്ച ഒരാളാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഉച്ചത്തിലാണ് ഉച്ചത്തിൽ നല്ല പണി കിട്ടും. എനിക്ക് 4 ഉച്ചത്തിലാണ്. സുക്ഷേത്രം പിന്നെ കുഴപ്പമില്ല. ഉച്ചത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജസിക രാശികൾ എഴുതിയെടുത്തോ. മേടം, ഇടവം, തുലാം, വൃശ്ചികം. രാജസിക രാശികളാണ് മേടം, ഇടവം, തുലാം, വൃശ്ചികം. താമസിക രാശികളുണ്ട് മിഥുനം, കന്നി, മകരം, കുംഭം. മകരം, കുംഭം. ഇതിപ്പം ഇങ്ങനെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. പക്ഷെ ഇത് ഗ്രാജുവലി ഒന്നാമത് നമ്മളിതിൽ പല കാര്യങ്ങളും നമ്മൾക്ക് ജാതകം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആവശ്യം വരില്ല. പ്രശ്നത്തിലോട്ടൊക്കെ കിടക്കുമ്പോഴാണ് നമുക്ക് ആവശ്യം വരിക. പിന്നെ ഇത് ഗ്രാജുവലി നമുക്ക് കംഫർട്ട് ആയിക്കോളും. നമ്മൾ മനസ്സിലാക്കി തുടങ്ങിക്കോളും. നമ്മളിങ്ങനെ കണക്ട് ചെയ്യും ഓരോന്നായിട്ട്. അപ്പൊ അത് ഗ്രാജുവലി നമുക്ക് ഇതായിക്കോളും. ഞാനൊരു ലിസ്റ്റ് ആക്കാന്ന് വിചാരിക്കണം. അതായത് പരാശരൻ 24 ഗുണധർമ്മ വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതിനാ? ഈ രാശികളുടെ ഗുണധർമ്മ വിഭാഗം 24 ആ ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ലിസ്റ്റ് ആക്കിയിട്ട് ചാർട്ട് പോലെ ആക്കിയിട്ട് ഇടാം. അപ്പം അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. എന്താ എഴുതുന്നതാണല്ലേ? അത് കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞതില് ഞാൻ എഴുതണമെന്ന് പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റില് സാറ് എഴുതി വളരെ ക്ലിയർ ആയിട്ട് എഴുതിയില്ല. എഴുതണമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
കാര്യം ഈ സാറ് ഏറ്റവും കംപ്രസ് ചെയ്തിട്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കിയേക്കണേ. അതിലെല്ലാം ഒരു വാക്കുകൾ നമുക്ക് വിടാൻ പറ്റില്ല. എന്നാൽ ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും ഇതിനെ വലുതാക്കിയ ആളുകൾ മടുക്കും. അതായത് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ടെക്സ്റ്റ് ഉണ്ടെന്ന് തന്നിട്ട് ഈ ജ്യോതിഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ആദ്യം 2-3 വായിക്കുമ്പോൾ തന്നെ മടുത്ത അടച്ചു വെച്ചിട്ട് വേറെ ഒരു പണിക്കും നമ്മൾ പോകും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആണ് സാറിന്റെ ടെക്സ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് അഡീഷണൽ കയറ്റി കൊടുക്കാവുന്നത്. ഈ ബേസ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മൾ അല്ലെങ്കിൽ ജ്യോതിഷത്തിന്റെ ടെക്സ്റ്റുകൾ കണ്ടോ എല്ലാം ഇങ്ങനെ ഇരിക്കുക. അത് കാണുമ്പോ തന്നെ ആദ്യത്തെ അധ്യായം വായിക്കുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും വേണ്ട ഇതൊക്കെ ഭയങ്കര അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ബേസ് ആയിട്ടുള്ള സാധനമാണ്. ഇത് പഠിക്കുക, ഇതിൽ കേൾക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് മെയിനായിട്ട് പഠിച്ചിട്ടും കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യണം. അതേ പറ്റുള്ളൂ. പ്രാക്ടീസ് നമുക്ക് രാജ്യം ചെയ്യാം. നമുക്ക് പെട്ടെന്ന് അധ്യായങ്ങൾ എടുത്തു പോവാണെങ്കിൽ ഇന്നിപ്പോ ഈ മൂന്നാം അധ്യായം നമ്മൾ എടുക്കണേ. നമുക്ക് എപ്പോഴും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സുകൾ നീണ്ടുപോകും. ഈ പറഞ്ഞ ആരെങ്കിലും വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരേ വിഷയം തന്നെ സംസാരിച്ച് നീണ്ടുപോകും. നമുക്ക് അങ്ങനെ അതിന് പകരം ഓരോ ദിവസം ഓരോ അധ്യായം അങ്ങനെ തീർത്ത് പോയിട്ട് എത്രയും പെട്ടെന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ജാതകം ഡിസ്കഷനിലോട്ട് പോവാം. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജാതകം ശരിക്കും അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ജാതകം എടുത്തിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിവ് കിട്ടും. അപ്പോൾ ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് ലെസൺസ് തീർക്കാൻ നോക്കുക. എടുത്ത ലെസൺസ് നമ്മൾ പഠിക്കാൻ നോക്കുക. ഡിസ്കസ് ചെയ്തും കഴിഞ്ഞ ക്ലാസ് റിപ്പീറ്റ് ചെയ്തും സമയം പോവാതെ ശ്രദ്ധിക്കുക. എന്നാലും കൂടുതൽ ജാതകം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ ബേസിലാണ് ഒരു ജാതകം എടുത്തിട്ടും കാര്യമില്ല. ഒന്നും നടക്കാൻ പോകില്ല. നമുക്ക് ഒന്നും നമ്മുടെ തലയിൽ കയറും. ഇനി കുറച്ച് രാശികളുടെ കുറച്ച് ജനറൽ ടേംസ് പറയാം. അതായത് 1, 4, 7, 10 ഈ രാശികളെ പറയുന്ന പേരാണ് കേന്ദ്ര രാശികൾ. 1, 4, 7, 10 നമ്മൾ നേരത്തെ നോർത്ത് ഇന്ത്യൻ സിസ്റ്റം വരച്ച ഓർമ്മയുണ്ടോ? നോർത്ത് ഇന്ത്യൻ സിസ്റ്റം വരയ്ക്കാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ വരക്കുമല്ലോ. ഈ കേന്ദ്രത്തിൽ വരുന്ന 4 രാശികൾ ഏതൊക്കെ ഇരിക്കുന്നത്? 1, 4, 7, 10 കേന്ദ്ര രാശികൾ എന്ന് പറയുന്നത് 1, 4, 7, 10 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാശികളാണ്. കാര്യം മെറ്റീരിയൽ ബെനിഫിറ്റുകൾ എല്ലാം തരുന്നത് ഈ 1, 4, 7, 10. 1 എന്ന് പറഞ്ഞാൽ ഞാൻ, 4 എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ, എന്റെ സുഖം, എന്റെ വീട്, എന്റെ വണ്ടി. 7 എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ ബിസിനസ്. ഓക്കെ. 10 എന്ന് പറഞ്ഞാൽ എന്റെ ജോലി, എന്റെ കർമ്മം. 1, 4, 7, 10 ഭൗതികമായ എല്ലാ സുഖവും. എന്റെ ഭൗതികമായ എല്ലാ സുഖങ്ങളും. എന്റെ മാതാവുള്ള ആദ്യത്തെ സുഖം തരുന്നത് ആണല്ലോ. 4 എന്ന് പറഞ്ഞ രാശി ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഹൃദയം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട? നെഞ്ചും സ്തനവും 4ആണ്. അമ്മയുടെ മുലപ്പാൽ നമുക്ക് ആദ്യം കിട്ടുന്നത്. ഓക്കെ. എല്ലാ ഭൗതിക സുഖങ്ങളും, എന്റെ വാഹനം, അതായത് എന്റെ വീട്, എന്റെ ഭൗതികമായ എല്ലാ സുഖങ്ങളും എനിക്ക് തരുന്നത് ഈ 4ലാണ്. ഓക്കെ. 7 എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ. 1 ഞാൻ നേരെ 7ലോട്ടല്ലേ നോക്കുന്നേ. എന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്റെ ഭാര്യ, എന്റെ ബിസിനസ് പാർട്ണർ അല്ലെങ്കിൽ എന്റെ പാർട്ട്നേഴ്സ് എല്ലാം. 10 എന്ന് പറഞ്ഞാൽ എന്റെ കർമ്മം, എന്റെ ജോലി. ഇതിനൊരു കണക്ഷനും കൊണ്ടുണ്ട്. 1 7ലോട്ട് നോക്കുന്നു, 4 10ലോട്ട് നോക്കുന്നു. 4 വിദ്യാഭ്യാസം, 4 10ലേക്ക് നോക്കുക, 10ലേക്ക് നോക്കുക. ചില ആൾ പഠിച്ച പോലെ ജോലി ചെയ്യും, പഠിച്ചത്. ചില പഠിച്ച വലിയ വേറെ ജോലി. 4% എല്ലാ രാശിയും അതിന്റെ 7ാമത്തെ രാശിയിലോട്ട് ദൃഷ്ടിയുണ്ട് കേട്ടോ. ഇതിന്റെ 7 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ 7 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ 7 എന്ന് പറഞ്ഞാൽ ഇതാണ് 7ാമത്തത് കേട്ടോ. രാശികൾ എണ്ണുമ്പം ആ നിൽക്കുന്ന രാശി തൊട്ടെണ്ണേ. ഏത് രാശിയാണ് അത് തൊട്ടെണ്ണ. ഇത് ഇപ്പം ഇവിടെയാണ്, ഇവിടം തൊട്ട് 7 പറഞ്ഞാൽ ഇത് തൊട്ട് എണ്ണണം. 1 2 3 4 5 6 7 അങ്ങനെ കേട്ടെ നിൽക്കുന്ന രാശി. പിന്നെ 1 5 9 ഇതിനെയാണ് ത്രികോണ രാശികൾ എന്ന് പറയുന്നത്. എന്റെ ആധ്യാത്മികത,
ആദ്യമേ കഴിഞ്ഞു 5 കൊണ്ട് അതെ. ഒന്നാണ് ഞാനാണ് ഞാനില്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. ഒന്ന് എപ്പോഴും പോകണം. 5 എന്ന് പറയുന്നത് എൻ്റെ പൂർവ്വപുണ്യം കഴിഞ്ഞ ജീവിത കർമ്മം അതുകൊണ്ട് ഞാൻ 5 കൊണ്ട് 9 നടന്ന കൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ ശരിയാകാനില്ല. ത്രികോണ രാശി 1, 5, 9 3 രാശി 1, 4, 7 ഭൗതിക കേന്ദ്രമാണ്. 4, 7 ഇവിടെ ആണെങ്കിലേ നോർത്ത് ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചാവും. ത്രികോണ രാശികൾ. ഓക്കെ. ഇനി ഈ കേന്ദ്ര രാശികൾക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. കണ്ടക കേന്ദ്ര ചതുഷ്ടയ. ചതുഷ്ടയ രാശികളെന്നും കണ്ടക രാശികളെന്നും പറയേ. അപ്പൊ കണ്ടകശനി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ കേന്ദ്ര 1, 4, 7, 10 എന്ന് പറഞ്ഞ രാശികൾക്ക് കേന്ദ്ര രാശി എന്ന് പറയുന്ന പറഞ്ഞില്ലേ, ആ രാശികളുടെ മറ്റു 2 പേരും കൂടി ഉണ്ട് ബൃഹജാതകത്തിൽ. കണ്ടക കേന്ദ്ര ചതുഷ്ടയ സംജ്ഞ എന്നാണ് പറയുന്നത്. കണ്ടക കേന്ദ്ര ചതുഷ്ടയ സംജ്ഞകൾ പേരുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ. ചതുഷ്ടയ എന്ന് പറയും. ചതുഷ്ടയം. കണ്ടകം എന്ന് പറഞ്ഞ പേരും പറയും. കണ്ടക ശനി നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? അപ്പൊ ശനി എവിടെ നിൽക്കുമ്പോഴായിരിക്കും കണ്ടക ശനി എന്ന് പറയണേ? 1, 4, 7, 10 അത് പിടിച്ചല്ല. ശനി എവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ കണ്ടക ശനി എന്ന് പറയുന്നത്? 1, 4, 7. ഓക്കെ. ലഗ്നത്തിന്റെ അല്ല, ചന്ദ്രന്റെ ആണ്. പിന്നീട് വരും. ചന്ദ്രാലാണ് പറയുന്നത്, ലഗ്നാലല്ല. പക്ഷെ പേര് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. കണ്ടക കേന്ദ്ര ചതുഷ്ടയ സംജ്ഞ. കേന്ദ്ര രാശികൾ 9, 2, 5, 2, 6 പണവരം അല്ല 2, 5, 8, 11, 3, 6, 9, 12 ആരോഗ്യം. ഇത് രാശികളുടെ പേരാണ്. 1, 4, 7, 10 കേന്ദ്രം എന്ന് പറയുന്നു. ത്രികോണം എന്ന് പറഞ്ഞു. 2, 5, 8, 11 രാശികളുടെ പേരാണ് പണപരം. പണവര രാശികൾ. പണപരം. എന്താണ് അദ്ദേഹം പരാശരൻ അങ്ങനെ പേര് കൊടുത്തതെന്ന് ഐഡിയ? പണപര രാശികൾ എന്നാണ് പറയുന്നത്. പണം കിട്ടുന്ന രാശികളാണ്. 2 എന്ന് പറഞ്ഞ പണമാണ്, 11 എന്ന് പറയുന്ന പണമാണ്. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് വെൽത്ത് ആണ്. 5 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പൂർവ്വജന്മ ഇതമായിട്ടാണ്. 3, 6, 12 ആരോഗ്യം. 3, 6, 9, 12 അത് ബൃഹജാതത്തിൽ പറഞ്ഞിട്ടില്ല. ബൃഹജാതത്തിൽ പറഞ്ഞിട്ടില്ല ആരോഗ്യം എന്നാണ്. ഈ പേരുകൾ സംജ്ഞകൾ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ ഉപജയ രാശികൾ പിന്നെ ഉപജയരാശികളുണ്ട്. ഉപജയം അത് 3, 6, 10, 11 ഉപജയം. ഉപജയരാശികൾ അപജയമുണ്ട്. ഇതില്ലാത്തതെല്ലാം, ഇതിൽ പെടാത്തതെല്ലാം അപജയമാണ്. 1, 2, 4, 5, 7, 8, 9, 10 ഇപ്പൊ പുസ്തകത്തിലുണ്ട് കേട്ടോ. പുസ്തകത്തിലില്ലാതെ ഞാൻ പറയും.
ഇനി ഇത് മനസ്സിലായില്ലേ? ഇനി കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൂടി പറയാം. ദൃശ്യരാശികൾ എന്ന് പറഞ്ഞാൽ ലഗ്നം മുതൽ ഏഴാം ലഗ്നാൽ 7 മുതൽ 12 വരെയുള്ള രാശികളെയാണ് ദൃശ്യരാശികൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് പുസ്തകത്തിലുണ്ട് കേട്ടോ. അദൃശ്യരാശികൾ എന്ന് പറയുന്നത് ലഗ്നം മുതൽ 7 വരെ, 7ന്റെ ആരംഭം വരെ, അതിനെ അദൃശ്യരാശികൾ എന്ന് പറയും. പിന്നെ രാശികൾ നമ്മൾ ദീർഘരാശികൾ, ഹ്രസ്വരാശികൾ, സമരാശികളായിട്ട് പറയുന്നുണ്ട്. അതില് ദീർഘരാശികൾ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. ഓക്കെ, പിന്നെ അതില് സമരാശികൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അതൊന്ന് പെട്ടെന്ന് മനസ്സിലായി. അത് സമരാശികൾ മാറിപ്പോയിട്ടുണ്ട്. അത് വിഷമം സമത്തിലെ സമമാണ് ഇവിടെ കയറി വന്നേക്കണം. നേരത്തെ വിഷമം സമരാശികൾ എന്ന് പറഞ്ഞിട്ടേ, സമരാശികൾ എന്ന് പറഞ്ഞിട്ട് 19ാമത്തെ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം എന്ന് പറഞ്ഞിട്ടില്ലേ? അത് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വിഷമം സമം പഠിച്ച ഓർമ്മ. വിഷമരാശി, സമരാശി, വിഷമരാശി, സമരാശി. ആ സമരാശിയാണ് അവിടെ കയറി വന്നേക്കണേ. ഓക്കെ, അവിടെ കയറി വരേണ്ടത് ശരിക്കും ദീർഘം, സമം, ഹ്രസ്വം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ദീർഘരാശികൾ, സമരാശികൾ, ഹ്രസ്വരാശികൾ. അതൊരു ടൈപ്പാണ്, ടൈപ്പ് എററാണ്. അപ്പോ അവിടെ സമരാശികളായിട്ട് എഴുതേണ്ടത് മേടം, ഇടവം, മിഥുനം, കർക്കിടകമാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം സമരാശികളായിട്ട് എഴുതണ്ട. മേട, ഇടവം, മിഥുനം, കർക്കിടകമാണേ. ആ, അവിടെ ഒരു സാധനം കൂടി ചേർക്കാം, ഹ്രസ്വരാശികൾ. ഹ്രസ്വരാശികൾ സമരാശികളില്ലേ? സമരാശികളില് ചേർക്കേണ്ടത് മേടം, ഇടവം, മിഥുനം, കർക്കിടകമാണ്. ഓക്കെ, അത് ചേർത്താം. അപ്പൊ ദീർഘരാശികളായി. ദീർഘരാശികളായി തൊട്ട് മുമ്പിലുണ്ട് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. പിന്നെ സമരാശികളായി. ഇനി ഹ്രസ്വരാശികളുണ്ട്. ഹ്രസ്വരാശികളായിട്ട് വരുന്നത് ധനു, മകരം, കുംഭം, മീനം. ഹ്രസ്വരാശികൾ ധനു, മകരം, കുംഭം, മീനം. അത് ചേർക്കുക. ചേർത്തില്ലേ? ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ, നരരാശികൾ, ചതുഷ്പാദ രാശികൾ, കീടരാശികൾ, ജലരാശികൾ എന്നുള്ളതാണ്. നരരാശികളായിട്ട് ഏതൊക്കെ വരും നമുക്കറിയാം. നമ്മൾ നേരത്തെ ആട്, ഋഷഭം എന്നൊക്കെ പറഞ്ഞില്ലേ? അതില് ബുക്കിലില്ലാത്തതാണ് ഏത് ഇപ്പൊ ഈ പറയുന്നത്. നരരാശികളുണ്ട്. ഉണ്ട് 9ാമത്തത്. ഞാൻ പറയണെല്ലാം 12 നോക്കിയോ. അതായത് നരരാശികളുടെ തുലാം. തുലാമതിന്റെ സിമ്പൽ എന്താ? ഒരാള് പ്രാസമായിട്ട്, അപ്പൊ അത് നരരാശിയാണ്. മിഥുനം എന്താ? 2 ദമ്പതികളാണ്, നരരാശിയാണ്. കന്നിനെന്താ? ഒരു സ്ത്രീയാണ്, കന്യകയാണ്. അപ്പൊ എന്താ? അത് നരരാശിയാണ്. കുംഭം, കുംഭം കുടം പിടിച്ചിരിക്കുന്ന ആളാണ്, അതും നരരാശിയാണ്. പിന്നെ ധനുവിന്റെ പൂർവ്വഭാഗം. ധനുരാശി എങ്ങനെ നിൽക്കുന്നേ? ധനുരാശിയിൽ അമ്പ എന്തിയ കിംപുരുഷനാണ്, പകുതി കുതിരയും പകുതി പുരുഷനുമാണ്. അപ്പൊ ധനുരാശിയുടെ പൂർവ്വഭാഗം, ആദ്യ ഭാഗം എന്തായിട്ട് വരണം? നരരാശി ആദ്യ ഭാഗം. കേട്ടോ? ധനുവിന്റെ ആദ്യ ഭാഗം. മനുഷ്യന്റെ ആദ്യം. ഈ നരരാശിയിൽ ലഗ്നമായി വരിക വന്നാൽ എന്താ പറയുക? അതിന്റെ അർത്ഥം നരരാശി ലഗ്നമായ ഒത്തിരി മനുഷ്യത്വമുള്ള ആളായിരുന്നു, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് മാനുഷിക മൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ മാനുഷിക മൂല്യം കുറവായിരുന്നു. സ്വന്തം കാര്യം മാനുഷിക മൂല്യം എന്ന് പറഞ്ഞാൽ കാരണം നോക്കണ്ടേ, എല്ലാവരും സമനായിട്ട് കാണുന്നു. അങ്ങനെ കാണുന്നവരായിരിക്കും നരരാശി പൂർണ്ണമായിട്ട്. അത് ലഗ്നം നരരാശിയാണെങ്കിൽ, ഒരാൾ ജനിക്കുന്ന നരരാശിയിലാണെങ്കിൽ ഹീസ് എ ഹ്യൂമൻ. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാരാണെന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അപ്പോൾ നരരാശി ലഗ്നമായിട്ട് വരിക, നരരാശി പൂർണ്ണമായിട്ട് വരികയാണെങ്കിൽ മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ, മനുഷ്യത്വമുള്ള ആൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണാനുണ്ട്. അതെ, 2 കാലിൽ നടന്ന മനുഷ്യനാവില്ലല്ലോ.
പിന്നെ ചതുഷ്പാദ രാശികൾ. ചതുഷ്പാദം എന്ന് പറഞ്ഞാൽ 4 പാദം. ചതുഷ് എന്ന് പറഞ്ഞാൽ 4 പാദമുള്ള രാശികൾ. അത് നമുക്ക് ആ രാശിയുടെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാവും. ഏതൊക്കെയാ? മേടം. മേടം ആടാണ്. ഇടവം കാളയാണ് അല്ലേ? പിന്നെ ചിങ്ങം സിംഹമാണ്, 4 കാല്. പിന്നെയോ ധനുവിന്റെ 2ാമത്തെ പകുതി അല്ലേ? ആ മകരത്തിന്റെ ആദ്യ പകുതി. മകരത്തിന്റെ ആദ്യം മാനാണ്, കുറയുന്ന ആണല്ലോ ഈ പിടിക്കണേ, ചിങ്ങനെ പിടിക്കുന്നത്. അതുകൊണ്ട് അത് ചതുഷ്പാദ രാശിയാണ്. കീടരാശികളുണ്ട്. ആ ചതുഷ്പാദ രാശിയുടെ പ്രത്യേകത അത് 10ാം ഭാവമായിട്ട് തന്നെയാണെങ്കിൽ വളരെ നല്ലതാണ്. 10ാം ഭാവം കർമ്മഭാവത്തിൽ നല്ലതാണ്. പിന്നീട് കീടരാശികൾ. കീടം എന്ന് പറഞ്ഞാൽ കർക്കിടകവും വൃശ്ചികവും. അതിൽ മീനും എഴുതിയിട്ടുണ്ടോ? മീനൊന്നും കിട്ടിക്കോട്ടോ. എഴുതിയിട്ടുണ്ടോ? മീനൊന്നും കിട്ടിക്കോ. മീനും ജലരാശിയാണ്. അല്ല, കർക്കിടകവും വൃശ്ചികവും. അത് 7ാം ഭാവമായിട്ട് വന്നാൽ നല്ലതാണ്. അത് ഭാര്യയോ ഭർത്താവോ കീടമായിട്ട് വന്നാൽ നല്ലതാണ്. 7ാം ഭാവം കൊണ്ട് ഭാര്യയോ ഭർത്താവിനോട് ചിന്തിക്കുന്നത് സ്പൗസ്. അപ്പൊ 7ാം ഭാവം കീടരാശിയാണെങ്കിൽ അത് നല്ലതാണ്. അതായത് വൃശ്ചികോ കർക്കിടകോ ആണ് 7ാം ഭാവമെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ. പിന്നെ ജലരാശികൾ. ജലരാശികൾ ഏതൊക്കെ വരും? മീനം വരും, മകരത്തിന്റെ 2ാം പാദവും. മീനം വരുന്നത് മീൻ വെള്ളത്തിലായതുകൊണ്ട് മകരത്തിന്റെ 2ാം പാദം നേരത്തെ പറഞ്ഞ മുതലയാണ്. അതും ഏതായിട്ട് വരും? ജലരാശിയായിട്ട് വരും. ഓക്കെ. ജലാശ്രയ രാശികൾ എന്ന് കൊടുത്തേക്കണത് തന്നെയാണ്. ജലരാശികൾ കൊടുത്തിട്ടുണ്ട്. കർക്കിടകം, വൃശ്ചികം, 21 ലാസ്റ്റ് 21 29. ഓക്കെ അല്ലേ? കർക്കിടകം വൃശ്ചികം മറ്റേതാട്ടോ കീടരാശികളാണ്. കീടരാശികൾ. കർക്കിടകം, വൃശ്ചികം കീടരാശികൾ അല്ലേ? ജലരാശികളിലാണ്. ജലരാശികളിൽ മീനോ മകരത്തിന്റെ ഉത്തരാർദ്ധവും. ഉത്തരാർദ്ധം എന്ന് പറഞ്ഞാൽ 2ാം പകുതിയാണേ. പൂർവ്വം എന്ന് പറഞ്ഞാൽ ആദ്യവും, ഉത്തരം എന്ന് പറഞ്ഞാൽ 2ാമതാണ്. ടെക്സ്റ്റില് വെട്ടണം ജലരാശികൾ. 21ാമത്തെ ജലരാശികൾ 29 അല്ലേ? 21 അല്ലേ? അതാക്കിക്കോ. അത് മീനോ മകരത്തിന്റെ ഉത്തരാർദ്ധം ആക്കിക്കോ. അതിന് കർക്കിടകവും വൃശ്ചികവും മറ്റേതിൽ വരുന്നുണ്ട്, കീടരാശികളിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ജലരാശികൾ 4ാം ഭാവമായിട്ട് വന്നാൽ നല്ലതാണ് കേട്ടോ. ജലരാശികൾ 4ാം 4ാം ഭാവം. 4ാം ഭാവം നമ്മുടെ ഒരു മനസ്സിന്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു ഭാവമാണ്. അവിടെ ജലാശ്രയ രാശികൾ വരുന്നത്. ചന്ദ്രൻ നിൽക്കുന്നത് കാലവൃക്ഷന്റെ 4ാം ഭാവത്തിൽ. അവിടെ ജലരാശികൾ വരുന്നത് നല്ലതാണ്. 4ാം ഭാവമായിട്ട് വരുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതില് രാശികളുടെ വർണ്ണങ്ങളുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അല്ല സാറേ, അത് നിങ്ങൾ വായിച്ചു നോക്കുക രാശിയുടെ വർണ്ണങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം രാശിയുടെ സ്വരൂപങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ. ഇത് മൊത്തം ഒന്ന് വായിക്കുക. അപ്പൊ നമുക്ക് ചിലപ്പം ഇത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ചിലപ്പം പിടികിട്ടിന്ന് വരില്ല. എന്നാൽ പോലും ഇത് ഉപകാരം ചെയ്യും. പിന്നെ ഓരോ രാശികൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടോ, ഒന്ന് വായിച്ചു നിർത്താം. അതായത് മേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തലയെ റെപ്രസെന്റ് ചെയ്യണം. വലിയ നെറ്റി, നേതൃഗുണം, ഊർജ്ജസ്വലത, മെലിഞ്ഞത്, ഉയരം കൂടിയത്. ഞാൻ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലിടാം. ഓക്കെ. അക്ഷമ, കാട്, പിന്നെ ഡ്രൈ ആയിട്ടുള്ളത്, ഇതൊക്കെ മേടം രാശിയിൽ റെപ്രസെന്റ് ചെയ്യും. ഇടവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം, സൗന്ദര്യം, നമ്മുടെ സ്ഥിരത, നമ്മുടെ ഈ ഭക്ഷണമുറി, വലിയ കണ്ണുകൾ, ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളെല്ലാം, വിശ്വസ്തത, നന്ദി, ആഡംബരം, ഇതൊക്കെ ഇടവൻ രാശിയുണ്ട്. മിഥുനമാണെങ്കിൽ ബാഹുക്കള്, പൂന്തോട്ടം, വിദ്യാലയം, പഠനമുറി, ഫോൺ, വാർത്താവിനിമയം, പത്രം, കേബിളുകൾ, ഇതൊക്കെ മിഥുനൻ രാശിയുണ്ട്. ഇപ്പം ഒരു മുതൽ പോയി അന്വേഷിച്ചു. മിഥുനൻ രാശിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പഠനമുറി നോക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ നോക്കുക, കോളേജിൽ നോക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. പിന്നെ കർക്കിടകമാണെങ്കിൽ ഹൃദയം, സ്തനം, നദി, കനാല്, മുതൽ പോയി കുളിക്കാൻ പോയി എന്നറിയണമെങ്കിൽ ഈ രാശി വരുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. നദി, കനാൽ, അടുക്കള, ഭക്ഷണം, വൈകാരികത, സെൻസിറ്റീവ്,
ആകർഷണീയത, ഇതൊക്കെ കർക്കിടക രാശിയുണ്ട്. ചിങ്ങം രാശിയുണ്ട് ആമാശയം, ദഹനം, നാഭി, മലകള്, കാടുകള്, ഗുഹകള്, മരുഭൂമികള്, കൊട്ടാരങ്ങള്, പാർക്കുകൾ, കോട്ടകൾ, സ്റ്റീൽ ഫാക്ടറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിങ്ങം രാശിയുണ്ട്. കന്യരാശി കൊണ്ടാണെങ്കിൽ അരപ്രദേശം, ലൈബ്രറി, ബുക്ക് സ്റ്റാള്, കൃഷിയിടം, ബുദ്ധികൂർമ്മത, ശാരീരിക ദുർബലത്വം, നയപരത, വിവേചന ബുദ്ധി, നാഡികൾ, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് കന്യരാശി കൊണ്ടാണ്. തുലാം രാശി കൊണ്ട് നാഭി മുതൽ ലിംഗം വരെ ഞരമ്പുകൾ, വ്യാപാരികൾ, മാർക്കറ്റ്, ബാങ്ക്, ഹോട്ടൽ, അമ്യൂസ്മെന്റ് പാർക്ക്, വിനോദം, ടോയ്ലറ്റ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സമനില, സംസാരശേഷി, ഇതൊക്കെ തുലാം രാശി കൊണ്ട്. കൃഷിയുമാണെങ്കിൽ സ്വകാര്യ ഭാഗങ്ങള്, ഗുഹകള്, മൈനുകൾ, രഹസ്യാത്മകത, സെൻസിറ്റീവ്, ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ശത്രു, ഗാരേജുകൾ, ചെറിയ ശരീരം, ഇതൊക്കെ വൃശ്ചിക രാശിയുണ്ട്. ധനു ആണെങ്കിൽ തുടകള്, പിന്നെ രാജകീയമായ കാര്യങ്ങൾ, സർക്കാർ ഓഫീസ്, വിമാനത്താവളം, വലിയ വലിയ സംഗതികളെല്ലാം ധനു രാശിയുണ്ട്. സത്യസന്ധത, ധീരൻ, പ്രതിഭാശാലി, ചൂതാട്ടക്കാരൻ, വളരെ കുറച്ച് മുടി, ഇതൊക്കെ ധനു രാശിയുണ്ട്. മകരമാണെങ്കിൽ കാൽമുട്ടുകൾ, ചതുപ്പ് നിലങ്ങൾ, വെള്ളമുള്ള സ്ഥലങ്ങൾ, ചീങ്കണ്ണി, മൃഗങ്ങൾ, നർമ്മബോധം, ക്ഷമ, പൂർണ്ണതാവാദി, സംഘാടകൻ, രഹസ്യാത്മകത. കുംഭമാണെങ്കിൽ കണങ്കാലുകൾ, ദാനം, തത്വചിന്ത, ഉയരം, ചെറിയ കണ്ണ്, വെള്ളച്ചാട്ടം, കുംഭരാശി ഉണ്ടല്ലോ വെള്ളം എടുത്ത് ഒഴിക്കുന്ന പോലെ, വെള്ളച്ചാട്ടം, വെള്ളമുള്ള സ്ഥലങ്ങൾ, കഠിനാധ്വാനി, സത്യസന്ധൻ. മീനമാണെങ്കിൽ കാൽപാദം, സമുദ്രം, കടൽ, ജയില്, ഹോസ്പിറ്റല്, ആശ്രമം, വലിയ കണ്ണ്, വലിയ പുരികങ്ങള്, അലസത, വൈകാരികത, സത്യസന്ധത, സംസാരപ്രിയത, ഭീരുത്വം, തീരുമാനശേഷി ഇല്ലായ്മ, അവബോധശേഷി, ഇൻട്യൂഷൻ, ഇതൊക്കെ മീനൻ രാശിയാണ്. ഇത് രാശിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വല്ല ഗ്രൂപ്പിലിടാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് നമുക്ക് ആവശ്യം വരും. ഇത് വെച്ചിട്ട് നമുക്കിപ്പോ ഇത് ജാതകം നോക്കുമ്പോഴും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചിലര് പറയുമല്ലോ ഇപ്പൊ 4-ാം ഭാവം ഇതിലെ കർക്കിടകത്തിലാണെങ്കിലേ ചിലര് ചോദിക്കും നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു നദിയില്ലേ, ഇത് ഇവിടുന്ന് എന്നാന്ന് വിചാരിക്കും 4-ാം ഭാവം. 4-ാം ഭാവം ആദ്യം പോയി ഇവിടെ നിൽക്കുന്നു, ക്യാൻസറിൽ നിൽക്കുന്നു, അത് കർക്കിടകം നിൽക്കുന്നു. കർക്കിടകം രാശി റെപ്രസെന്റ് ചെയ്യുന്നത് നദികളെയും തോടുകളെയൊക്കെയാണ്. അപ്പൊ അയാൾ പറയുന്നത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് നദിയിലേക്ക് നമുക്ക് ശരിയാണല്ലോ, നമ്മൾ അത്ഭുതപ്പെടും. ഇത്ര ഉള്ളു കാര്യം, അത്ഭുതങ്ങളൊന്നുമില്ല. എന്താണോ നമ്മൾ ജനിക്കുന്നത് ആ സമയത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആ ഫോട്ടോ വെച്ചുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതിന്റെ ഒരു കാര്യങ്ങൾ രാശിയുടെയും ഗ്രഹത്തിന്റെയും വീടുകളുടെയും ഭാവങ്ങളുടെയും സ്വഭാവം അറിയാമെങ്കിൽ ജ്യോതിഷം ഈസി. അപ്പൊ ഇന്നത്തെ അവസാനിപ്പിക്കാം. ഈ അധ്യായം 11 ഞാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല, എന്നാലും ചെറുതായിട്ടെങ്കിലും കഴിയുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവും, ആരും കാര്യമായിട്ട് എടുക്കണ്ട. ശരിയായിട്ട്